السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. قال نبينا صادق المصدوق صلى الله عليه وسلم: عالم قريش يملأ طباق الأرض علما. ബഹുമാനമുള്ള എൻ്റെ അഭിവന്യ ഉസ്താദ് ബഹുമാനപ്പെട്ട KC മുഹമ്മദ് ബാഖവി അവർകളെ, വേദിയിലും സദസ്സിലും അണിനിരന്നിട്ടുള്ള പണ്ഡിതന്മാരെ, ഈ സ്ഥാപനത്തിൻ്റെ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, വന്യരായ ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിൻ്റെ നാമധേയത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഫിഖ് സെമിനാറിന്റെ അവസാന സെഷനിലാണ് നമ്മളൊക്കെ സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പഠനത്തിലും അനുബന്ധ കാര്യങ്ങളിലുമൊക്കെ അല്ലാഹു സമ്പൂർണ്ണ വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. വന്യരായ ശൈഖുനയുടെ പാരത്രിക ദറജകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഉസ്താദിനോടൊപ്പം നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വളരെ ഗഹനവും കാലികവുമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ നടന്നു കഴിയുകയുണ്ടായി. ഇതിനു മുമ്പും മതപണ്ഡിതരും വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട മഖാസിദു ശരീഅ, പലിശയും ഇസ്ലാമിക് ബാങ്കിങ്ങും തുടങ്ങിയ പല പ്രധാനപ്പെട്ട വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ഇനി ഈ പരിപാടിയുടെ സമാപനം എന്ന രൂപത്തിൽ ശാഫിഈ മദ്ഹബിനെ പൊതുവായി ഒന്ന് വിശകലനം നടത്തി നമുക്ക് ഇവിടെ നിന്ന് പിരിയാം. നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഇവിടെ കഴിഞ്ഞ വിഷയങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി നമ്മളൊക്കെ കർമ്മശാസ്ത്ര വിഷയത്തിൽ സ്വീകരിച്ചു പോരുന്ന ശാഫിഈ മദ്ഹബിന്റെ പഴയകാല ചരിത്രവും ശാഫിഈ മദ്ഹബിൽ കർമ്മങ്ങൾ ചിട്ടപ്പെടുത്തി പോരുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മദ്ഹബിലെ മുൻഗണനാ ക്രമവും മറ്റുമൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കുറെ സമയം ഇരുന്ന് മുഷിപ്പ് അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകാം എന്നതുകൊണ്ടാണ് വളരെ ലളിതമായിട്ടുള്ള ഈ വിഷയം നമ്മൾ അവസാനത്തേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ ശാഫിഈ മദ്ഹബ് എന്ന് പറയുന്നത് ലോകത്തെ മഹാഭൂരിപക്ഷം മുഅ്മിനീങ്ങളും വിശ്വസിച്ചു പോരുന്ന, പിൻപറ്റി പോരുന്ന 4 മദ്ഹബുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മദ്ഹബാണ്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന മദ്ഹബുകൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ സ്വീകരിച്ച 4 മദ്ഹബുകളും ഷിയാക്കൾ പിൻപറ്റി പോരുന്ന 2 മദ്ഹബുകളും അതുപോലെ തന്നെ ഖവാരിജത്ത് പിൻപറ്റുന്ന ഇബാദി മദ്ഹബും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ബാഹ്യമായിട്ടുള്ള കൽപ്പനകളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും പാലിച്ചു പോരുന്ന ലാഹിരി മദ്ഹബും നമുക്ക് കാണാൻ സാധിക്കും. സുന്നികളുടെ മദ്ഹബ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി ക്രോഡീകരിച്ച ഹനഫി മദ്ഹബും ഇമാമു ദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു ക്രോഡീകരിച്ചിട്ടുള്ള മാലിക്കി മദ്ഹബും
ബഹുമാനപ്പെട്ട നാസിറുസ്സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ക്രോഡീകരിച്ച ഷാഫിഈ മദ്ഹബും ഇമാം അഹ്ലുസുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ക്രോഡീകരിച്ചിട്ടുള്ള ഹംബലി മദ്ഹബുമാണ് സുന്നികളുടെ 4 മദ്ഹബുകൾ. ഇതിനു പുറമെയുള്ള മറ്റൊരു മദ്ഹബാണ് അബ്ദുല്ലാഹി ഇബ്നു ഇബാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഖവാരിജത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ ക്രോഡീകരിച്ച ഇബാദി മദ്ഹബ്. അതുപോലെ തന്നെ ഷിയാക്കളുടെ 2 മദ്ഹബുകളാണ്. ഒന്ന് മദ്ഹബുൽ ജാഫരി, ജാഫർ സാദിഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ അറിയപ്പെടുന്ന മദ്ഹബുൽ ജാഫരിയും അതുപോലെ തന്നെ സെയ്ദ് ബിൻ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ അറിയപ്പെടുന്ന സെയ്ദി മദ്ഹബ്. മദ്ഹബുകളുടെ ചരിത്രവും അതുപോലെ തന്നെ അവയുടെ വളർച്ചയുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. മദ്ഹബുകൾ എന്ന് പറയുന്ന സംവിധാനം എന്ന് തൊട്ട് വന്നു, മദ്ഹബുകൾ ഉത്ഭവിച്ചതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഏത് കാലത്താണ് മദ്ഹബുകൾ ലോകത്ത് കടന്നു വന്നത് തുടങ്ങി നിരവധി വിഷയങ്ങൾ മദ്ഹബിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആ വിഷയത്തിലേക്കൊന്നും കടക്കാതെ നമ്മളൊക്കെ പിൻപറ്റി വരുന്ന ഷാഫി മദ്ഹബിനെ കുറിച്ച് മാത്രം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് നമ്മളൊക്കെ ഷാഫി മദ്ഹബ് അനുസരിച്ച് പഠിക്കുന്നവരും അതുപോലെ തന്നെ ഷാഫി മദ്ഹബ് അനുസരിച്ച് ജനങ്ങൾക്ക് മസ്അലകൾ പറഞ്ഞു കൊടുക്കേണ്ടവരുമാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരേ രീതിയിൽ പഠിക്കുക എന്നതിനപ്പുറം മദ്ഹബിൽ ഈ ഗ്രന്ഥത്തിന്റെ പ്രാധാന്യം എന്താണ്, മദ്ഹബിൽ ഈ ഗ്രന്ഥം എങ്ങനെയാണ് നിലവിൽ വന്നത് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് ഇന്നിവിടെ അവതരിപ്പിക്കപ്പെട്ടതുപോലെയുള്ള പ്രധാനപ്പെട്ട പുതിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മറ്റു മദ്ഹബിന്റെ ഇമാമുമാരിൽ നിന്നും ഒരുപാട് കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വ്യതിരിക്തനാകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖുറൈശി വംശപരമ്പരയിൽ കടന്നു വന്ന ഒരു മദ്ഹബിന്റെ ഇമാമാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ എന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാഫി ഇമാമിനെ കുറിച്ച് വളരെ കാലേക്കൂട്ടി തന്നെ പ്രവചനം നടത്തി പറഞ്ഞു, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ, ഖുറൈശികളിൽ നിന്നൊരു പണ്ഡിതൻ വരാനുണ്ട്, യംലഉ തിബാഖൽ അർളി ഇൽമ, അദ്ദേഹം ഭൂമി മുഴുക്കയും തന്റെ വിജ്ഞാനം കൊണ്ട് നിറക്കുമെന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാഫി ഇമാമിനെ കുറിച്ച് പറഞ്ഞത്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിത സാഹചര്യവും അദ്ദേഹത്തിന്റെ പഠനവും അദ്ദേഹത്തിന്റെ അധ്യാപനവും അദ്ദേഹത്തിന്റെ ഗ്രന്ഥരചനയും ഒക്കെ നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ മറ്റു ഇമാമുകൾക്കൊന്നുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഷാഫി ഇമാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ജനിച്ചു വളർന്ന കാലത്ത് ഇസ്ലാമിക ലോകത്ത് നിലനിന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട 2 ചിന്താധാരകളുണ്ട്. ആ 2 ചിന്താധാരകളെയും കൂട്ടിയിണക്കിയ മഹാപണ്ഡിതൻ എന്നതാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അഥവാ ഷാഫി ഇമാമൊക്കെ കടന്നു വന്ന കാലത്ത് മുഅ്മിനീങ്ങൾ മുസ്ലിം സമൂഹം മൊത്തത്തിൽ 2 രൂപത്തിലാണ് അവരുടെ വിശ്വാസപരവും അതുപോലെ തന്നെ കർമ്മപരവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ഹദീസുകളെയും അതുപോലെ തന്നെ ഖുർആനിനെയും ഒക്കെ വ്യാഖ്യാനിക്കുമ്പോൾ അവര് രണ്ടാലൊരു വഴിയായിരുന്നു പ്രധാനമായും സ്വീകരിച്ചിരുന്നത്. ചരിത്രകാരന്മാർ അതുപോലെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മദ്റസത്തു അഹ്ലിൽ ഹദീസ് അതുപോലെ തന്നെ മദ്റസത്തു അഹ്ലിർ റഅയ് എന്നിങ്ങനെ 2 സ്കൂൾ ഓഫ് തോട്ട് എന്ന രൂപത്തിൽ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. മദ്റസത്തു അഹ്ലിൽ ഹദീസ് ഹിജാസ് ആസ്ഥാനമായിട്ടാണ് ഈ ചിന്താധാര പടർന്ന് പന്തലിക്കുകയും അതുപോലെ തന്നെ ലോകത്ത് വികാസം പ്രാപിക്കുകയും ചെയ്തത്. എന്നാൽ മദ്റസത്തു അഹ്ലിർ റഅയ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചിന്താ പ്രസ്ഥാനം അത് വളർന്നതും വികസിച്ചതുമൊക്കെ ഇറാഖ് കേന്ദ്രമായിട്ടായിരുന്നു. ഈ 2 ചിന്താധാരകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് മദ്റസത്തു അഹ്ലിൽ ഹദീസിലെ പണ്ഡിതന്മാർ അവര് ഖുർആനിന്റെയും അതുപോലെ തന്നെ ഹദീസിന്റെയും ഒക്കെ വാക്യങ്ങൾക്കും അതുപോലെ തന്നെ ആയത്തുകൾക്കും വചനങ്ങൾക്കുമൊക്കെ വലിയ പ്രാധാന്യം നൽകുകയും
ചിന്തയെ തീരെ ഉൾക്കൊള്ളാതെ ഈ ഖുർആനിന്റെയും അതുപോലെ തന്നെ ഹദീസിന്റെയും ഒക്കെ ബാഹ്യമായിട്ടുള്ള വാചകങ്ങളിലൂടെ അവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. രണ്ടാമത്തെ വിഭാഗം മദ്രസത്തു അഹ്ലിർ റഅയ്, അവര് ഹദീസുകളെയും അതുപോലെ തന്നെ മറ്റു പ്രവാചക വചനങ്ങളെയും ആസാറുകളെയും ഒക്കെ ചിന്തയുടെ ആ ഒരു കോണിലൂടെയാണ് അവർ ഈ ഹദീസുകളെയും ആസാറുകളെയും ഒക്കെ സമീപിച്ചത്. ഇങ്ങനെ ഹദീസിനെയും അതുപോലെ തന്നെ ആസാറുകളെയും ഒക്കെ രണ്ട് രൂപത്തിൽ മഹാന്മാരായിട്ടുള്ള താബിഈങ്ങളും തബഉ താബിഈങ്ങളും അതുപോലെ തന്നെ മുജ്തഹിദുകളും ഒക്കെ കൈകാര്യം ചെയ്തതാണ് പിന്നീട് ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബ് തുടങ്ങിയ വ്യത്യസ്ത മദ്ഹബുകൾ ലോകത്ത് തന്നെ വികസിക്കാനും അതുപോലെ തന്നെ വളർന്നു വരാനും ഒക്കെയുള്ള അടിസ്ഥാന കാരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനിടയിൽ തന്നെ ഖുർആനിനെയും ഹദീസിനെയും രണ്ട് രൂപത്തിൽ വീക്ഷിക്കുന്ന മഹാന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. അഹ്ലുൽ ഹദീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവര് ഹദീസിന്റെ വചനങ്ങൾക്കാണ്, വാക്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുക. ഏത് വിഷയത്തിലും ഹദീസ് എന്താണോ പറയുന്നത് അവിടെ നിൽക്കുക എന്നതായിരുന്നു അവരുടെ ശൈലി. ഈ ഹദീസിന്റെ പിന്നിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അധ്യാപനത്തിന്റെ പിന്നിലെ ലക്ഷ്യമെന്ത്, മഖ്സൂദ് എന്ത്, മഖാസിദ് എന്ത് എന്ന ചിന്ത അവർ തീരെ ആ രൂപത്തിൽ ചിന്തിച്ചില്ല. രണ്ടാമത്തെ വിഭാഗം അഹ്ലുർ റഅയ് എന്ന് പറയുന്ന വിഭാഗം, അവർ ഏത് ഹദീസ് കിട്ടിയാലും പ്രവാചകന്റെ ഏത് വചനം കിട്ടിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, ഇതിന്റെ പിന്നിൽ നബി തങ്ങളുടെ ലക്ഷ്യമെന്ത് എന്ന ആ രൂപത്തിൽ ഹദീസിനെ വ്യാഖ്യാനിച്ചവരാണ് അഹ്ലുർ റഅയിലെ പണ്ഡിതന്മാർ. മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂട്ടത്തിലും താബിഈങ്ങളുടെ കൂട്ടത്തിലും തബഉ താബിഈങ്ങളുടെ കൂട്ടത്തിലും ഒക്കെ ഈ രണ്ട് വിഭാഗത്തിലുമുള്ള പണ്ഡിതന്മാരുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ് അഹ്ലുർ റഅയിന്റെ ഹദീസുകളെ ബുദ്ധിപരമായിട്ട് സമീപിച്ച വിഭാഗത്തിന്റെ നേതാവായിട്ട് അറിയപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ്. എന്നാൽ ഹദീസുകളുടെ വചനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയ, ഹദീസിന്റെ പിന്നിലെ ലക്ഷ്യമെന്ത് എന്ന് അന്വേഷിക്കാതെ വചനങ്ങൾക്ക് തന്നെ മുഖ്യമായും പരിഗണന നൽകിയ മദ്രസത്തു അഹ്ലുൽ ഹദീസിന്റെ ഉന്നതനായിട്ടുള്ള വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബിന്റെ പൊന്നോമന പുത്രൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു. അപ്പൊ പിതാവ് ഒരു ഭാഗത്തും മകൻ മറ്റൊരു ഭാഗത്തും, ഇവർക്ക് പിന്നിൽ വന്ന മഹാന്മാരായിട്ടുള്ള സ്വഹാബത്തും താബിഈങ്ങളും ഒക്കെ ഒരു വിഭാഗം അഹ്ലുൽ ഹദീസായും അറിയപ്പെട്ടു, മറുവിഭാഗം അഹ്ലുർ റഅയിയായും അറിയപ്പെട്ടു. ഈ രണ്ട് ചിന്താധാരകളാണ് പിന്നീട് ഇന്ന് നിലനിൽക്കുന്ന ഷാഫി മദ്ഹബാണെങ്കിലും ഹനഫി മദ്ഹബാണെങ്കിലും ഹംബലി മാലിക്കി മദ്ഹബുകളാണെങ്കിലും ഈ മദ്ഹബുകളുടെയൊക്കെ ഉത്ഭവത്തിന്റെയും വികാസത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഞാൻ സുദീർഘമായി ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്ന കാലത്ത് ഹിജാസുകാര് അവര് ഹദീസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആ ഒരു രീതിയായിരുന്നു ഹിജാസുകാർ അവലംബിച്ചിരുന്നത്. മക്കയിലും അതുപോലെ തന്നെ മദീനയിലുമൊക്കെയുള്ള മഹാന്മാരായിട്ടുള്ള താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഒക്കെ അവര് ഹദീസിന്റെ നസ്സിന് കൂടുതൽ പ്രാധാന്യം നൽകി അങ്ങനെയായിരുന്നു അവരുടെ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചിട്ടപ്പെടുത്തിയത്. എന്നാൽ ഇറാഖിൽ, മക്കയിൽ നിന്നും മദീനയിൽ നിന്നും ഒരുപാട് ദൂരമുള്ള ഇറാഖിലെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ അവര് ഹദീസുകൾ കൂടുതലൊന്നും അവര് സ്വീകരിക്കാതെ അവര് ബുദ്ധിക്കും അതുപോലെ തന്നെ ചിന്തക്കും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടാണ് അവർ കർമ്മപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തത്. ഇതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഹിജാസുകാരും മക്കക്കാരും മദീനക്കാരും എന്തുകൊണ്ട് ഹദീസിന്റെ ലോഹിറിന് പ്രാധാന്യം നൽകി, ഇറാഖിലുള്ള ആളുകൾ എന്തുകൊണ്ട് ബുദ്ധിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി, മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരും അതുപോലെ തന്നെ ചരിത്രകാരന്മാരും ഒക്കെ ഇത് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അതുപോലെ തന്നെ മദ്ഹബിന്റെ ഇമാമുമാരും ഒക്കെ പ്രവർത്തിച്ച കാലത്ത് ഹദീസ് നിർമ്മാണം അത് വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്നിട്ടുള്ള ഒരു സമയമായിരുന്നു. ഇറാഖിലൊക്കെയുള്ള ആളുകൾ വല്ല ഹദീസും മദീനക്കാരായ ആളുകൾ അടുത്ത് വന്ന് പറഞ്ഞാൽ അവരതിനെ കേവലം അഹ്ലുൽ കിതാബിന്റെ വാചകങ്ങളായിട്ട് മാത്രമേ കണ്ടിരുന്നുള്ളൂ എന്നാണ്. ഹിജാസിന്റെ പരിധി വിട്ടുപോയാൽ, ഹിജാസിന്റെ അപ്പുറത്തുള്ള ഒരാൾ വന്നിട്ട് ഒരു ഹദീസ് പറഞ്ഞാൽ മക്കയിലും മദീനയിലുമുള്ള ആളുകൾ ആ ഹദീസ് ഒരിക്കലും സ്വീകരിക്കില്ല. അത് അവര് സ്വന്തമായി നിർമ്മിച്ച എന്തോ ഒരു വചനം എന്നതിനപ്പുറം ഹദീസ് എന്ന പരിഗണന ഹിജാസുകാര് അവരുടെ വാക്കുകൾക്ക് നൽകിയിരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഓരോ വിഭാഗവും നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഷിയാക്കളാണെങ്കിലും അതുപോലെ തന്നെ ഖവാരിജത്താണെങ്കിലും മറ്റു അവാന്തര വിഭാഗങ്ങളാണെങ്കിലും സ്വന്തം ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കുന്ന ഒരു കാലമായിരുന്നു അത്.
ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വരെ ഹദീസ് നിർമ്മിച്ച വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊക്കെ അത് പഠിച്ചിട്ടുണ്ടാവും. ഒരിക്കൽ വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളെയും കുറിച്ച് ഒരു മനുഷ്യൻ ഹദീസുകൾ ഉണ്ടാക്കി. 114 ഹദീസുകൾ. അങ്ങനെ പിന്നെ അദ്ദേഹം ഈ ഹദീസ് നിർമ്മാണത്തിൽ ഖേദിക്കുകയും തൗബ ചെയ്തിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തപ്പോ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു അത്രേ, നിങ്ങൾ എന്തിനാണ് ഖുർആനിലെ 114 സൂറത്തുകളെയും കുറിച്ച് ഇങ്ങനെ ഹദീസ് ഉണ്ടാക്കിയത്? അപ്പൊ മനുഷ്യൻ പറഞ്ഞു, ഞാനിങ്ങനെ മൻ ഖറഅ സൂറത്തുൽ ഫാത്തിഹ ദഖലൽ ജന്ന, ഉദാഹരണം പറയാൻ, മൻ ഖറഅ സൂറത്തുൽ ബഖറ കാന കദാ വ കദാ, ഇങ്ങനെ 114 സൂറത്തുകളെയും കുറിച്ച് ഇയാൾ ഹദീസ് ഉണ്ടാക്കി. ഈ മനുഷ്യനോട് ഇതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ആളുകളൊന്നും കാര്യമായിട്ട് ഇപ്പൊ ഖുർആൻ ഓതുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ 114 സൂറത്തുകളെയും കുറിച്ച് ഓരോ ഹദീസ് ഉണ്ടാക്കിയാൽ ഇതിന്റെ ഒരു ബലത്തിലെങ്കിലും അല്ലെങ്കിൽ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടെങ്കിലും അവർ ഖുർആൻ ഓതട്ടെ എന്ന് കരുതിയിട്ടുണ്ടാക്കിയതാണ്. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി വരെ ഹദീസുകൾ വർദ്ധിച്ച തോതിൽ നിർമ്മിക്കുന്ന ഒരു കാലമായിരുന്നു മഹാന്മാരായിട്ടുള്ള മുജ്തഹിദീങ്ങൾ അവര് കർമ്മശാസ്ത്രം ക്രോഡീകരിക്കുന്ന സന്ദർഭം. പ്രത്യേകിച്ച് ഇറാഖിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പിഴച്ച കക്ഷികളും അതുപോലെ തന്നെ അവാന്തര വിഭാഗങ്ങളുമൊക്കെ പൊട്ടിപ്പുറപ്പെട്ടതും അത് അവരുടെ പ്രബോധനങ്ങൾക്ക് വേദിയായതും ഇറാഖായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാര് അവരെ ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഒരുപാട് നിബന്ധനകൾ അവര് മുന്നോട്ട് വെക്കുകയുണ്ടായി. അങ്ങനെ ഹദീസ് സ്വീകരണത്തിന് നിബന്ധനകൾ വർദ്ധിപ്പിച്ചപ്പോ പിന്നെ ഇറാഖിൽ കാര്യമായിട്ടുള്ള ഹദീസ് നിവേദനവും അതുപോലെ തന്നെ ഹദീസിന്റെ പ്രചരണവും നിലച്ചുപോയിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ വിശാലമായ ചരിത്രമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അസ്കലാനിലാണ് ജനിച്ചത്, അതല്ലെങ്കിൽ ഫലസ്തീനിലെ ഗസയിലാണ് ജനിച്ചത്. പല അഭിപ്രായങ്ങളും പറയപ്പെടുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തെ മക്കയിൽ കൊണ്ടുവന്നു. ഷാഫി ഇമാമിന്റെ കുടുംബം, അവരുടെ അടിവേരുകൾ, അവരുടെ പരമ്പര മക്കയിലായതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ആ ഒരു ബന്ധം മുറിഞ്ഞു പോകരുത് എന്ന് കരുതി ഷാഫി ഇമാമിന്റെ മാതാവ് അദ്ദേഹത്തെ മക്കയിൽ കൊണ്ടുവന്ന് മക്കയിലാണ് അദ്ദേഹം ചെറിയ കാലം തൊട്ട് തന്നെ അദ്ദേഹം വളരാൻ തുടങ്ങി. അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ബുദ്ധിയും അതുപോലെ തന്നെ തന്റെ ഇടവുമൊക്കെ പ്രകടിപ്പിച്ച ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം അറബി ഭാഷയും അതുപോലെ തന്നെ സാഹിത്യവും പഠിക്കാൻ വേണ്ടി പിന്നെ അദ്ദേഹം തയ്യാറാവുകയാണ്. അങ്ങനെ അദ്ദേഹം ആ കാലത്ത് അറിയപ്പെടുന്ന ഏറ്റവും നല്ല അറബി ഭാഷ സംസാരിക്കുന്ന ഗോത്രത്തിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം ഭാഷ പഠിച്ചു. അങ്ങനെ അദ്ദേഹം കവിതകളൊക്കെ വളരെ മനോഹരമായിട്ട് കവിതകൾ നിർമ്മിക്കുകയും അത് പാടുകയും ഒക്കെ ചെയ്യുമെന്നാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ ബുദ്ധി മനസ്സിലാക്കിയിട്ട് ബഹുമാനപ്പെട്ട മുസ്ലിം ബിൻ ഖാലിദ് എന്ന് പറയുന്ന ഷാഫി ഇമാമിന്റെ ഉസ്താദ് അദ്ദേഹത്തെ ഫിഖ്ഹിന്റെ മേഖലയിലേക്ക് തിരിച്ചുവിടുന്നത്. അങ്ങനെ ഷാഫി ഇമാം പിന്നീട് ഫിഖ്ഹ് പഠിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇമാമു ദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ നടന്നിട്ട് ഹിജാസുകാരുടെ ഫിഖ്ഹ് ആദ്യമായിട്ട് അദ്ദേഹം പഠിക്കുകയും ചെയ്തു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഷാഫി ഇമാം ആദ്യം പഠിച്ചത് മാലിക്കി മദ്ഹബാണ്. ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബും അദ്ദേഹത്തിന്റെ ഉസൂലും അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകളുമാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യം പഠിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. അദ്ദേഹം മാലിക് റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ മക്കയിൽ നിന്ന് ഇറാഖിലേക്ക് പോയി. അതല്ല, മാലിക് ഇമാമിന്റെ വഫാത്ത് വരെ അദ്ദേഹം മക്കയിൽ തന്നെ താമസിച്ചു എന്നിങ്ങനെ പല അഭിപ്രായമുണ്ട്. ഏതായാലും മാലിക് ഇമാമിൽ നിന്ന് മാലിക്കി മദ്ഹബിന്റെ രീതിയും സ്വഭാവവും ഒക്കെ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിച്ചു. പ്രമുഖരായിട്ടുള്ള ചരിത്രകാരന്മാര് പറയുന്നത് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു വഫാത്തായതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി യമനിലേക്ക് പോകുന്നത്. അദ്ദേഹം യമനിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ജോലി ആവശ്യാർത്ഥമാണ് പോകുന്നത്. ഒരു ഭരണാധികാരിയുടെ ഗവർണർ എന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി യമനിൽ പോയിട്ട് 5 വർഷത്തോളം അദ്ദേഹം ഉദ്യോഗസ്ഥനായിട്ട് ഗവർണറായിട്ട് ജോലി ചെയ്തു. ഈ സന്ദർഭത്തിൽ അന്നത്തെ ഭരണാധികാരി ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഹാറൂൻ റഷീദ് ആയിരുന്നു.
ഹാറൂൺ റഷീദിന്റെ ഭരണകാലത്ത് യമനിൽ സർവീസിലുണ്ടായിരുന്ന ഷാഫി ഇമാമിനെതിരെ യമനിലെ ചില ആളുകൾ പരാതി പറഞ്ഞു, അദ്ദേഹം ബനു അലവി ഗോത്രക്കാർക്ക് വേണ്ടി ഇവിടെ പ്രബോധനം നടത്തുന്നുണ്ട്, അബ്ബാസികൾക്ക് വേണ്ടി ഇവിടെ പ്രബോധനം നടത്തുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ഭരണകൂടത്തിനെതിരെ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ശ്രമം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷാഫി ഇമാമിനെതിരെ ചില പരാതിക്കാർ ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദിന് പരാതി കൊടുത്തു എന്നാണ്. അങ്ങനെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഹാറൂൺ റഷീദ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെയും അദ്ദേഹത്തിന്റെ കൂടെ സംശയിക്കപ്പെടുന്ന ചില ആളുകളെയും ഇറാഖിലേക്ക് കൊണ്ടുവരികയാണ്. ഇറാഖിലേക്ക് കൊണ്ടുവരുമ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുഴുവനും കയറ് കെട്ടി അദ്ദേഹത്തെ ബന്ദിയാക്കിയിട്ടായിരുന്നു ഇറാഖിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അങ്ങനെ ഇറാഖിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോ വളരെ അത്ഭുതകരമായ രൂപത്തിൽ, ഭരണാധികാരിയെ ആശ്ചര്യപ്പെടുത്തുന്ന രൂപത്തിൽ അദ്ദേഹം മറുപടിയൊക്കെ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഹാറൂൺ റഷീദിന്റെ അടുത്ത് വലിയ സ്ഥാനം വളരെ പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നേടിയെടുക്കുകയും ചെയ്തു. പക്ഷെ ഈ സന്ദർഭത്തിൽ മാലിക് ഇമാമിൽ നിന്ന് ഫിഖ്ഹ് പഠിച്ച, മുവത്തയും മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഫിഖ്ഹി മസ്അലകളൊക്കെ പഠിച്ച ഷാഫി ഇമാം ഇറാഖിൽ വന്നപ്പോൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിന് അവിടെ കാണാൻ പറ്റിയത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അഹ്ലുർ റഈന്റെ സ്വാധീനമായിരുന്നു ഇറാഖിലുണ്ടായിരുന്നത്. കൂടുതലായിട്ട് ഹദീസ് നിവേദനങ്ങളോ ഹദീസുകൾ നോക്കി അതിൽ നിന്ന് മസ്അലകൾ പറയലോ ഒന്നുമില്ലാത്ത, ചിന്തക്ക് കൂടുതൽ പ്രാധാന്യം നൽകപ്പെടുന്ന ഒരു പ്രദേശമായിട്ടായിരുന്നു ഷാഫി ഇമാം കടന്നു വരുമ്പോ ഇറാഖ് ഉണ്ടായിരുന്നു. പക്ഷെ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം മാലിക് ഇമാമിൽ നിന്ന് പഠിച്ച അദ്ദേഹത്തിന്റെ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ഇറാഖിലുള്ള വലിയ വലിയ പണ്ഡിതന്മാരുമായിട്ട് അദ്ദേഹം വാദപ്രതിവാദത്തിലും അദ്ദേഹം മുനാദറയിലും ഒക്കെ ഏർപ്പെടുകയുണ്ടായി. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ വളരെ പ്രധാനപ്പെട്ട ശിഷ്യനായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിനുൽ ഹസൻ ഷൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ നീണ്ട വർഷങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇറാഖിൽ സേവനം ചെയ്യുകയും ഹദീസിന് ഇറാഖുകാർക്കിടയിൽ വലിയ അംഗീകാരവും അതുപോലെ തന്നെ സ്വാധീനവും അദ്ദേഹം നേടിക്കൊടുക്കുകയും ചെയ്തു. മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇറാഖിലെ ജനങ്ങൾക്ക് ഹദീസ് എന്ന് പറയുന്നത് അടഞ്ഞ ഒരു അധ്യായമായിരുന്നു ഷാഫി ഇമാം ഇറാഖിലേക്ക് വരുന്ന സന്ദർഭം. പക്ഷെ പിന്നെ ഷാഫി ഇമാമിന്റെ ശ്രമഫലമായി അദ്ദേഹത്തിന്റെ നിരന്തരമായിട്ടുള്ള സംവാദങ്ങളും മറ്റുമൊക്കെയായി ഇറാഖിൽ ഹദീസിന് വലിയ സ്വീകാര്യതയും അതുപോലെ തന്നെ അംഗീകാരവും ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചു എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടിയാണ് ഇറാഖുകാർ അദ്ദേഹത്തിന് നാസിറുസ് സുന്ന എന്ന പേരിൽ അദ്ദേഹത്തിന് ഒരു ലഖബ്, ഒരു പ്രത്യേക നാമം അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുകയുണ്ടായി. നാസിറുസ് സുന്ന, സുന്നത്തിനെ സഹായിച്ചവൻ, അതല്ലെങ്കിൽ സുന്നത്തിന് ഇറാഖിൽ വേരോട്ടം നേടിക്കൊടുത്ത മഹാനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി. ഇറാഖിൽ വന്നിട്ട് ആദ്യകാലത്തൊക്കെ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബുകാരോട് ശക്തമായിട്ട് ഏറ്റുമുട്ടലുകളായിരുന്നു ഷാഫി ഇമാം നടത്തിയത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അഹ്ലുൽ ഹദീസ് മാത്രമാണ് ഹക്കായിട്ടുള്ള രീതി എന്നായിരുന്നു. ഇറാഖുകാരാണെങ്കിൽ പൂർണ്ണമായും അഹ്ലുർ റഅയ്യുകാരാണ്. പക്ഷെ നിരന്തരമായിട്ട് അവരോട് സംവാദത്തിൽ ഏർപ്പെടുകയും മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനിയെ പോലെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമ പഠിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ശേഷം ഷാഫി ഇമാം രണ്ട് മദ്ഹബുകളെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു മധ്യസ്ഥന്റെ റോളിലാണ് പിന്നീട് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി കടന്നു വരുന്നത്. മദ്റസത്തു അഹ്ലിൽ ഹദീസും അതുപോലെ തന്നെ മദ്റസത്തു അഹ്ലിർ റഅയ്യും കൂട്ടിയോജിപ്പിച്ച് പുതിയൊരു മദ്ഹബ് രൂപീകരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പിന്നീട് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി എത്തുന്നത്. അങ്ങനെ പിന്നീട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വന്നു. മക്കയിലേക്ക് തിരിച്ചു വന്നതിന്റെ ശേഷം അദ്ദേഹം മക്കയിൽ അദ്ദേഹത്തിന്റെ അധ്യാപന പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം സജീവമായി. ആ കാലത്ത് മക്കക്കാര് മാത്രമല്ല, ഹജ്ജിന് വേണ്ടി വരുന്ന മറ്റു ദേശക്കാരായിട്ടുള്ള ആളുകളും ഈ ഖുറൈശി പണ്ഡിതന്റെ ഷാഫി ഇമാമിന്റെ സദസ്സിൽ വന്നിരിക്കുകയും അവർ അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളിൽ ആകൃഷ്ടരാകുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഹംബലി മദ്ഹബിന്റെ ഇമാമായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ മക്കയിലേക്ക് ഹജ്ജിന് വന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈയുടെ സദസ്സിൽ വരികയും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ മക്കയിലുള്ള അദ്ദേഹത്തിന്റെ അധ്യാപന കാലത്താണ് അദ്ദേഹം ഉസൂലിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഗ്രന്ഥരചന നടത്തുന്നത്.
മഹാന്മാരായിട്ടുള്ള ചരിത്രകാരന്മാർ രണ്ട് അഭിപ്രായമാണ് പറയുന്നത്. ഒന്ന്, ഷാഫി ഇമാമിന്റെ റിസാല അദ്ദേഹം ക്രോഡീകരിക്കുന്നത് മക്കയിൽ വെച്ചാണ്. വേറെ ചില പണ്ഡിതന്മാര് പറയുന്നത് മക്കയിൽ നിന്ന് അദ്ദേഹം രണ്ടാമതും ഇറാഖിലേക്ക് പോയി ഇറാഖിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ റിസാല ക്രോഡീകരിക്കുന്നത്. ഏതായാലും ഷാഫി ഇമാം റിസാല ക്രോഡീകരിക്കുന്നതിലൂടെ ഗ്രന്ഥരചന എങ്ങനെയായിരിക്കണമെന്ന് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർക്ക് അതിന്റെ ഒരു മാതൃക ലഭിച്ചു എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഷാഫി ഇമാമിന്റെ മദ്ഹബിന്റെ മുമ്പ് മാലിക്കി മദ്ഹബും അതുപോലെ തന്നെ ഹനഫി മദ്ഹബും ക്രോഡീകരിക്കപ്പെട്ടിരുന്നുവെങ്കിലും അവരൊന്നും വ്യക്തമായ ഒരു ഉസൂല് ക്രോഡീകരിച്ചതിന്റെ ശേഷമായിരുന്നില്ല അവരുടെയൊന്നും മദ്ഹബുകൾ ക്രോഡീകരിച്ചത്. നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, അറബി ഭാഷന്റെ ഗ്രാമർ, അറബി ഭാഷ ഒരുപാട് കാലം ഉപയോഗിച്ചതിന്റെ ശേഷമാണ് ഗ്രാമർ ക്രോഡീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ശാദായിട്ടുള്ള ഇസ്തിമാലുകൾ അറബി ഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മൊത്തത്തിൽ പറയും ഇത് സമാഇയാണ്. നമ്മൾ ഉണ്ടാക്കിയ നിയമം, ആ നിയമത്തിന്റെ പുറത്തുള്ള കുറെ പ്രയോഗങ്ങൾ അറബി ഭാഷയിൽ കാണാൻ പറ്റും. എന്നതുപോലെ ഷാഫി ഇമാമിന്റെ മുമ്പ് വന്ന മാലിക്കി മദ്ഹബുകാരും അതുപോലെ തന്നെ ഹനഫി മദ്ഹബുകാരും അവര് ഫുറൂഇയായിട്ടുള്ള വിഷയങ്ങളാണ് ആദ്യം കൈകാര്യം ചെയ്തത്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും, അദ്ദേഹത്തിന്റെ അടുത്ത് വല്ല വിഷയവും കിട്ടിയാൽ അദ്ദേഹത്തിന്റെ സദസ്സിൽ 40ഓളം ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നാണ്. അവരുമായി നിരന്തരമായിട്ട് അദ്ദേഹം ആ വിഷയം ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്തിട്ട് കിട്ടുന്ന ഒരു തീരുമാനമാണ് ഹനഫി മദ്ഹബായിട്ട് ക്രോഡീകരിക്കുക. അവിടെ പ്രത്യേകമായിട്ട് എങ്ങനെയായിരിക്കണം ഖുർആനിനെ സമീപിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ഹദീസിനെ സമീപിക്കേണ്ടത് എന്നത് അവരുടെ അടുത്ത് ആ തത്വങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും കൃത്യമായി ഒരു തിയറിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു തിയറി എന്ന രൂപത്തിൽ ഉസൂല് കൃത്യമായിട്ട് ക്രോഡീകരിക്കപ്പെട്ടിരുന്നില്ല ഹനഫി മദ്ഹബിൽ. അതുപോലെ തന്നെയാണ് മാലിക്കി മദ്ഹബിന്റെയും ചരിത്രം. എന്നാൽ ഷാഫി ഇമാം ചെയ്തത് അങ്ങനെയല്ല. അദ്ദേഹം മക്കയിൽ പഠിച്ചു, ശേഷം ഇറാഖിൽ പഠിച്ചു. അന്നത്തെ കാലത്ത് നിലനിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും അദ്ദേഹം ഇൽമു പഠിച്ചു. അതിനു പുറമെ മക്കയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയതിന്റെ ശേഷം അദ്ദേഹം ആദ്യം യമനിൽ പോയിട്ട് 5 വർഷക്കാലം യമനിലെ ബഹുമാനപ്പെട്ട ലൈത്ത് ഇബ്നു സഅദിനെ പോലെയുള്ള മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുടെ ശിഷ്യന്മാരിൽ നിന്നും അദ്ദേഹം ഇൽമു പഠിച്ചു. അങ്ങനെ മൊത്തത്തിൽ ലോകത്ത് നിലനിൽക്കുന്ന മൊത്തം ഇൽമു അദ്ദേഹം പഠിച്ചെടുത്തതിന്റെ ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ റിസാല എന്ന് പറയുന്ന ഉസൂല് ആദ്യമായിട്ട് ക്രോഡീകരിക്കാം. ഇങ്ങനെയുള്ള ഒരു ഉസൂലി ഗ്രന്ഥം മാലിക്കി മദ്ഹബിലോ ഹനഫി മദ്ഹബിലോ നമുക്ക് ആ കാലത്ത് കാണാൻ സാധ്യമല്ല. പിന്നീട് ഈ ഉസൂലിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫി ഇമാം അദ്ദേഹത്തിന്റെ മസ്അലകൾ അദ്ദേഹം കൈകാര്യം ചെയ്തത്. മറ്റു മദ്ഹബുകളെ കുറിച്ച് നമ്മൾ തമാശ രൂപത്തിൽ ചിലപ്പോൾ പറയും, അവരൊക്കെ ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ചതാണ് എന്ന്. മറ്റു മദ്ഹബുകാരെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാം. കാരണം അബൂ ഹനീഫ ഇമാമിന്റെ ഫുറൂഇയായിട്ടുള്ള മസ്അലകൾ ഇങ്ങനെ നോക്കിയിട്ട് പിൽക്കാല പണ്ഡിതന്മാരാണ് അദ്ദേഹത്തിന്റെ ഉസൂൽ ക്രോഡീകരിക്കുന്നത്. നമ്മളെ മദ്ഹബിൽ അങ്ങനെയല്ല. ഉസൂൽ തയ്യാറാക്കി ആ ഉസൂലിനനുസരിച്ച് വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ശൈലി നമുക്ക് ഷാഫി ഇമാമിന്റെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെയും ഒക്കെ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അങ്ങനെ ഷാഫി ഇമാം റിസാല രചിച്ചതിന്റെ ശേഷം പിന്നീടാണ് അദ്ദേഹത്തിന്റെ കിതാബുൽ ഹുജ്ജ എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ കർമ്മശാസ്ത്ര ഗ്രന്ഥം അദ്ദേഹം ക്രോഡീകരിക്കുന്നത്. ഈ കിതാബുൽ ഹുജ്ജയും അതുപോലെ തന്നെ റിസാലയും ഇത് മക്കയിൽ വെച്ചാണ് എഴുതിയത്, അതല്ല ഇറാഖിൽ വെച്ചാണ് എഴുതിയത്. രണ്ടഭിപ്രായമുണ്ട്. പ്രബലമായ അഭിപ്രായം പ്രകാരം പറയുന്നത് അത് ഇറാഖിൽ വെച്ചാണ് അദ്ദേഹം എഴുതിയത്. ഇറാഖിൽ വെച്ചെന്ന് പറഞ്ഞാൽ ഇറാഖിൽ രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ, ആദ്യം മക്കയിൽ, ശേഷം അദ്ദേഹം യമനിൽ നിന്ന് ഇറാഖിൽ നിന്ന് മക്കയിൽ വന്ന് തിരിച്ചുപോയി രണ്ടാമത് ഇറാഖിൽ എത്തിയതിന്റെ ശേഷമാണ് അദ്ദേഹം കിതാബുൽ റിസാലയും അതുപോലെ തന്നെ കിതാബുൽ ഹുജ്ജയും അദ്ദേഹം ക്രോഡീകരിക്കുന്നത്. അപ്പൊ ഉസൂലും ശേഷം ഫുറൂഉം ക്രോഡീകരിച്ച ആദ്യത്തെ പണ്ഡിതൻ എന്ന പ്രത്യേകതയും ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിക്കുണ്ട്. പിന്നീട് അദ്ദേഹം രണ്ടാമത് ഇറാഖിൽ പോയി അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. മാത്രമല്ല അദ്ദേഹം വലിയ ദർസ് നടത്തി. അത്രയും കാലം ഹനഫി മദ്ഹബിന്റെ ദർസുകളിൽ പങ്കെടുത്തിരുന്ന പല പണ്ഡിതന്മാരും ആ മദ്ഹബിൽ നിന്ന് രാജിവെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദർസിൽ ചേർന്നു എന്നാണ്. അതുപോലെ തന്നെ അങ്ങനെ അദ്ദേഹം ഇറാഖിൽ രണ്ടാമതും സേവനം ചെയ്ത് വീണ്ടും അദ്ദേഹം മക്കയിൽ വരികയും പിന്നീട് അദ്ദേഹം മിസ്രിൽ പോയിട്ട്
അദ്ദേഹത്തിന്റെ അവസാന കാലം അദ്ദേഹം മിസ്രിലാണ് ചെലവഴിക്കുന്നത്. ഞാനിത് വളരെ ചുരുക്കി പറയണം. വിശാലമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഓരോ യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനാണ്. അപ്പൊ ഷാഫി ഇമാം ഇറാഖിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ റിസാലയും കിതാബുൽ ഹുജ്ജയും ക്രോഡീകരിക്കുന്നത്. ശേഷം അദ്ദേഹം മിസ്രിലെത്തിയപ്പോ മഹാന്മാരായിട്ടുള്ള താബിഈങ്ങളുടെ ശിഷ്യന്മാരിൽ നിന്ന് ഒരുപാട് പുതിയ ഹദീസുകൾ അദ്ദേഹം പഠിക്കുകയും മിസ്രിലെ സാഹചര്യങ്ങളും മറ്റുമൊക്കെ അദ്ദേഹം പഠന വിധേയമാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പഴയ ഇറാഖിൽ നിന്ന് ക്രോഡീകരിച്ച ഒരുപാട് മസ്അലകളിൽ അദ്ദേഹം മാറ്റം വരുത്തുകയുണ്ടായി. അതുകൊണ്ടാണ് മിസ്രിലെ ഷാഫി ഇമാമിന്റെ മദ്ഹബിന് അൽ മദ്ഹബുൽ ജദീദ് എന്ന പേരും ഇറാഖിലേതിന് അൽ മദ്ഹബുൽ ഖദീം എന്ന പേരും പൊതുവെ പറയപ്പെടുന്നത്. ഇങ്ങനെ ഷാഫി മദ്ഹബില് ജദീദും ഖദീമും ഉണ്ട്. ഇങ്ങനെ ജദീദും ഖദീമും ഉള്ളതിന്റെ പേരിൽ പല മദ്ഹബുകാരും ചിലപ്പോ തമാശക്കെങ്കിലും നമ്മെ പരിഹസിക്കാറുണ്ട്. നമ്മളോട് എന്തെങ്കിലുമൊക്കെ മസ്അല ചോദിക്കും. അപ്പൊ അവര് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു മസ്അല മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി പറഞ്ഞാൽ അവര് പറയും ഇത് ജദീദായിരിക്കും, ഖദീം വേറെയാണ്. അപ്പൊ അവര് മനസ്സിലാക്കിയത് ജദീദും ഖദീമും എന്ന് പറഞ്ഞാൽ അത് തോന്നിയ പോലെ ഇങ്ങനെ പറയുന്ന രണ്ട് അഭിപ്രായങ്ങളാണ് എന്നാണ്. പക്ഷെ നമ്മൾ മറ്റു മദ്ഹബുകളെ നിരീക്ഷിക്കുമ്പോൾ ആ മദ്ഹബുകളിലും ഇതുപോലെ ജദീദും ഉണ്ട്, ഖദീമും ഉണ്ട്. പക്ഷെ മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മദീനയിൽ മാത്രം നിന്ന ആളാണ്. മദീനയിൽ മാത്രമാണ് ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു നിലനിന്നത്. അദ്ദേഹത്തിനും ഇഷ്ടം പോലെ വിഷയങ്ങളിൽ ആദ്യകാലത്തുള്ള അഭിപ്രായത്തിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പിന്നീടുണ്ടായിട്ടുണ്ട്. അപ്പൊ മാലിക്കി മദ്ഹബിലുണ്ട് ശരിക്കും ഖദീമും ജദീദും. പക്ഷെ അദ്ദേഹം നാട് മാറിപ്പോകാത്തതിന്റെ പേരിൽ രണ്ട് മദ്ഹബുകളായിട്ട് ജദീദും ഖദീമും മാലിക്കി മദ്ഹബിൽ അറിയപ്പെടുന്നില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇറാഖിലാണ് കഴിച്ചുകൂട്ടിയത് മുഴുവൻ കാലവും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഒരുപാട് വിഷയങ്ങളിൽ പഴയകാലത്തുള്ള അഭിപ്രായത്തിൽ നിന്ന് മാറ്റം വന്നുവെങ്കിലും അദ്ദേഹത്തിനും ജദീദ് ഖദീം എന്നിങ്ങനെ രണ്ട് മദ്ഹബുകൾ അറിയപ്പെടുന്നില്ല. പക്ഷെ ഷാഫി മദ്ഹബിൽ അദ്ദേഹത്തിന്റെ ഇജ്തിഹാദുകൾ മാറിയതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരികയും അത് രണ്ട് പ്രദേശങ്ങളിൽ വെച്ച് ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഷാഫി മദ്ഹബിൽ ജദീദായ അഭിപ്രായങ്ങളും ഖദീമായ അഭിപ്രായങ്ങളും കാണാൻ സാധിക്കും. അതാണ് ഷാഫി ഇമാം പിന്നീട് അവസാനമായിട്ട് മിസ്റിൽ എത്തിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഉസൂലിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി. അതാണ് അൽ റിസാലത്തുൽ ജദീദ എന്ന പേരിലാണ് ഇപ്പോൾ ലോകത്ത് നിലവിലുള്ള റിസാല അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ റിസാലക്ക് പുറമെ അദ്ദേഹം സ്വന്തമായി തയ്യാറാക്കിയ ഗ്രന്ഥമാണ് കിതാബുൽ ഉമ്മ് എന്ന് പറഞ്ഞാൽ അത് കർമ്മപരമായിട്ടുള്ള ഫുറൂഇയായിട്ടുള്ള വിഷയങ്ങളുടെ ഗ്രന്ഥമാണ്. അപ്പൊ ഷാഫി ഇമാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉസൂല് തയ്യാറാക്കും, ശേഷം അതിനനുസരിച്ച് ഫർഈയായിട്ടുള്ള മസ്അലപരമായിട്ടുള്ള ഗ്രന്ഥവും തയ്യാറാക്കും. ആദ്യം ഇറാഖിൽ വെച്ച് ഉസൂല് തയ്യാറാക്കി, അതിനനുസരിച്ച് അദ്ദേഹം കിതാബുൽ ഹുജ്ജ എന്ന് പറയുന്ന കർമ്മപരമായ വിഷയങ്ങൾ ക്രോഡീകരിച്ചു. ശേഷം മിസ്റിൽ പോയി അവിടെയും ആദ്യം ഉസൂലും ശേഷം അതിനനുസരിച്ച് കിതാബുൽ എന്ന് പറയുന്ന വളരെ ബൃഹത്തായിട്ടുള്ള അദ്ദേഹത്തിന്റെ കർമ്മപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥവും അദ്ദേഹം തയ്യാറാക്കി. കിതാബുൽ ഉമ്മിന് പുറമെ ഷാഫി ഇമാമിന് മിസ്റിൽ വെച്ച് വേറെയും ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷെ അധികവും അദ്ദേഹം സ്വന്തമായി രചിച്ചതല്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ ക്ലാസുകളും മറ്റുമൊക്കെ കേട്ടിട്ട് പകർത്തി എഴുതിയതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട ഇമാം മുസനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുഖ്തസർ അൽ മുഖ്തസറുസ് സഗീർ. അതാണ് അദ്ദേഹത്തിന്റെ അൽ മുഖ്തസർ അല്ലെങ്കിൽ മുഖ്തസറുൽ മുസനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം. അതുപോലെ തന്നെ ഷാഫി ഇമാമിന്റെ മറ്റൊരു ഗ്രന്ഥമായിട്ട് അറിയപ്പെടുന്നതാണ് മുഖ്തസറുൽ ബുവൈത്തി. ഷാഫി ഇമാമിന്റെ ഒരു ശിഷ്യനാണ് ഇമാം ബുവൈത്തി, മറ്റൊരു ശിഷ്യനാണ് മുസനി. അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ് റബീ ഇബ്നു സുലൈമാനുൽ മുറാദി. ഈ ശിഷ്യന്മാരൊക്കെ ഷാഫി ഇമാമിൽ നിന്ന് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്, എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. മുസനി ഇമാമിന് ഷാഫി ഇമാമിന്റെ ഗ്രന്ഥമായിട്ട് മുസനി മാത്രം, മുഖ്തസർ മുസനി മാത്രമല്ല വേറെയും ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷെ അറിയപ്പെട്ടത് എന്ന് മാത്രമല്ല, ഷാഫി മദ്ഹബിലെ മുഴുവൻ ഗ്രന്ഥങ്ങളുടെയും ബേസായിട്ട് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് ബഹുമാനപ്പെട്ട ഇമാം മുസനി തയ്യാറാക്കിയ മുഖ്തസറുൽ മുസനിയാണ്. ഷാഫി ഇമാമിന്റെ ശിഷ്യന്മാരിൽ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബുവൈത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ ഷാഫി ഇമാം തന്റെ ശേഷം തന്റെ ദർസ് നടത്താനുള്ള ഉത്തരവാദിത്തമാണ് ഇമാം ബുവൈത്തിക്ക് കൊടുത്തത്. ബുവൈത്തിയെ കുറിച്ച് ഷാഫി ഇമാം പറയുന്നുണ്ട്, അൽ ബുവൈത്തി ഖലീഫതി ഫി
ഹൽഖത്തി, അദ്ദേഹമാണ് എന്റെ പകരം എന്റെ വിയോഗശേഷം എന്റെ ക്ലാസ് എടുക്കേണ്ട ഉത്തരവാദിത്വം അത് ബുവൈത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾക്കാണ്. അതുപോലെ തന്നെ ഇമാം മുസനിയെ കുറിച്ച് പറയുന്നുണ്ട്, അൽ മുസനി യുനാസിറു മദ്ഹബി, ഇമാം മുസനിക്ക് വലിയ തർക്കത്തിൽ വലിയ കഴിവായിരുന്നു എന്നാണ്. മഹാന്മാര് പറയുന്നുണ്ട്, ഒരു തൂണ് ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് സ്വർണമാണെന്ന് സ്ഥാപിക്കാൻ ഇമാം മുസനി തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് അത് സാധിക്കുമായിരുന്നു എന്നാണ്. അത്രയും വലിയ ബുദ്ധിയും അതുപോലെ തന്നെ യുക്തിയുമുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം മുസനി റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റബീ ഇബ്നു സുലൈമാനുൽ മുറാദി, അദ്ദേഹം വലിയ മെമ്മറിയുടെ ആളായിരുന്നു. ഷാഫി ഇമാമിന്റെ വാചകങ്ങൾ, ഷാഫി ഇമാമിന്റെ അഖ്വാലുകൾ ഒരു ഹർഫ് പോലും തെറ്റാതെ കൃത്യമായി മനപ്പാടമാക്കാനുള്ള അത്ഭുതകരമായിട്ടുള്ള സിദ്ധി ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട റബീ ഇബ്നു സുലൈമാനുൽ മുറാദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾക്ക്. ഷാഫി ഇമാമിന്റെ ശിഷ്യന്മാർ വേറെയും ഒരുപാട് ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല ആദ്യകാല ശിഷ്യനാണ്. പിന്നീട് അദ്ദേഹം സ്വന്തമായി ഗവേഷണം നടത്താനുള്ള കഴിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഹംബലി മദ്ഹബ് എന്ന് പറയുന്ന പുതിയൊരു മദ്ഹബ് ഉണ്ടാക്കി അദ്ദേഹം വേറെ പോയി. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ദാവൂദ് ലാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി, ലാഹിരി മദ്ഹബിന്റെ സ്ഥാപകനായിട്ടുള്ള ദാവൂദ് ലാഹിരിയും ആദ്യകാലത്ത് ഷാഫി ഇമാമിന്റെ ശിഷ്യനായിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ഹക്കം എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം മാലിക്കി പണ്ഡിതനായിരുന്നു. ഷാഫി ഇമാമിന്റെ ക്ലാസ് കേട്ടിട്ട് മിസ്റിൽ നിന്ന് കുറെ ആളുകൾ ഷാഫി മദ്ഹബിൽ ചേർന്നപ്പോ ആ കൂട്ടത്തിൽ ഷാഫി മദ്ഹബിലേക്ക് കടന്നു വന്ന ആളാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ഹക്കം റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും, അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത് ഷാഫി ഇമാം കഴിഞ്ഞാൽ പിന്നെ ഷാഫി ഇമാമിന്റെ പകരം മസ്ജിദ് അംർ ഇബ്നുൽ ആസിൽ ദർസ് നടത്തേണ്ട ഉത്തരവാദിത്വം എനിക്കായിരിക്കും എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ഹക്കം റഹ്മത്തുള്ളാഹി അലൈഹി മനസ്സിലാക്കിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ ഷാഫി ഇമാമിന്റെ വഫാത്തിന് ശേഷം ഇമാം ബുവൈത്തിക്കാണ് ആ സാഹചര്യം ഒത്തുവന്നത്. ബുവൈത്തിയെയാണ് ബാക്കിയുള്ള ആളുകളൊക്കെ ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. അങ്ങനെ പിന്നെ ഇബ്നു അബ്ദുൽ ഹക്കം ചില അഭിപ്രായ ഭിന്നതകളുടെ അടിസ്ഥാനത്തിൽ മാലിക്കി മദ്ഹബിലേക്ക് തന്നെ തിരിച്ചുപോയി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഷാഫി ഇമാമിന്റെ ശിഷ്യന്മാർ മക്കയിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും മിസ്റിലാണെങ്കിലും നിരവധി ശിഷ്യന്മാർക്ക് കർമ്മശാസ്ത്രവും കർമ്മശാസ്ത്രത്തിന്റെ ഉസൂലും പകർന്നു നൽകിയ മഹാനായിട്ടുള്ള പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഷാഫി ഇമാം മിസ്റിൽ വരുമ്പോ എല്ലാ പള്ളികളിലും നിരവധി ശിഷ്യന്മാരുള്ള വലിയ ദർസുകൾ ഉണ്ടായിരുന്നു എന്നാണ്. മാലിക്കി മദ്ഹബിന്റെയും ഹനഫി മദ്ഹബിന്റെയും ഒക്കെ ദർസുകളായിരുന്നു എല്ലാ പള്ളികളിലും ഉണ്ടായിരുന്നത്. പക്ഷെ ഷാഫി ഇമാം വന്നു എന്ന വിവരം അറിഞ്ഞപ്പോ, ജാമിഉ അംർ ഇബ്നുൽ ആസിൽ ഷാഫി ഇമാമിന്റെ ദർസുണ്ട് എന്ന വിവരം അറിഞ്ഞപ്പോ എല്ലാ പള്ളികളിലെയും ശിഷ്യന്മാർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഷാഫി ഇമാമിന്റെ ദർസ് ജനനിബിഡമായി എന്ന് അദ്ദേഹത്തിന്റെ തർജ്ജമകളൊക്കെ വിശദീകരിക്കുന്ന വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇനി ഷാഫി ഇമാമിന്റെ വിയോഗത്തിന് ശേഷം ഷാഫി ഇമാമിന്റെ ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്കലാനിയുടെ തവാലി തഅസീസ് ഫീ മആലി ഇബ്നു ഇദ്രീസ് എന്ന ഗ്രന്ഥത്തിലും, അതുപോലെ തന്നെ ഇബ്നു നദീമിന്റെ അൽ ഫിഹ്രിസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും, അതുപോലെ തന്നെ ഷാഫി ഇമാമിന്റെ മനാഖിബുകൾ തയ്യാറാക്കിയ ഇമാം ബൈഹഖിയുടെ മനാഖിബു ഷാഫിയും ഒക്കെ നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കുമ്പോൾ നിരവധി ഗ്രന്ഥങ്ങൾ ഷാഫി ഇമാമിന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്ന് കിതാബുൽ ഉമ്മ്, മറ്റൊന്ന് കിതാബുർ റിസാല. ഇത് രണ്ടും ഷാഫി ഇമാം സ്വന്തമായി തന്നെ എഴുതുകയോ അല്ലെങ്കിൽ അദ്ദേഹം എഴുതാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എഴുതുകയോ ചെയ്തു. ഞാനിതിങ്ങനെ ഇതിന്റെ തുടക്കം പറയാൻ കാരണം എന്ന് വെച്ചാൽ ശരിക്കും ഷാഫി മദ്ഹബിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിന്റെ ഗ്രന്ഥം അതിൽ നിന്ന് കണ്ണിയായിട്ട് നമ്മുടെ ഫതുഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോ കിതാബൊക്കെ പഠിക്കുമ്പോൾ ഫതുഹുൽ മുഈനിലെ ഒരു ഉദ്ധരണി അത് അല്പം പ്രയാസകരമാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് അതിന്റെ മുമ്പുള്ള ഗ്രന്ഥവും അതിന്റെ തൊട്ട് മുമ്പുള്ള ഗ്രന്ഥവും അങ്ങനെ പോയി ഷാഫി ഇമാമിന്റെ ഉമ്മു വരെ നമുക്ക് പരിശോധിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ഉദ്ധരണിയിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നത് എന്നതുപോലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളെ കുറിച്ചും മഹാന്മാരായിട്ടുള്ള ഇമാംമാരെ കുറിച്ചും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകണം. അല്ലെങ്കിൽ പിന്നെന്താ, നമ്മുടെ ഉസ്താദുമാർ ഓതിത്തരുന്ന ആ ഗ്രന്ഥം ഇതിന്റെ അപ്പുറത്തെന്ത് ഇപ്പുറത്തെന്ത് എന്ന് നമ്മൾ നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. മദ്ഹബുകളെ കുറിച്ചും മദ്ഹബുകളുടെ
ക്രോഡീകരണ പശ്ചാത്തലങ്ങളെ കുറിച്ചും മദ്ഹബുകൾ കടന്നു വന്ന നാൾവഴികളെ കുറിച്ചും ഒക്കെ പറയുന്ന നിരവധി ഗ്രന്ഥങ്ങളുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങൾ. നമ്മളൊക്കെ അത് കണ്ടുപിടിച്ച് വായിച്ചാൽ മദ്ഹബിനെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കൊക്കെ ഉണ്ടാവും. അപ്പൊ ശാഫി ഇമാമിന്റെ ഗ്രന്ഥങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കിതാബുൽ ഉമ്മ. നമ്മൾ മനസ്സിലാക്കണം, ഈ കിതാബുൽ ഉമ്മിനെ കുറിച്ച് ഈ അടുത്ത കാലത്ത് ഒരു പണ്ഡിതൻ, അഹമ്മദ് സക്കി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ വലിയ ഒരു ആക്ഷേപം ഉന്നയിച്ചത് നിങ്ങളൊരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷേ അത് പണ്ഡിത ലോകത്ത് വലിയ ചർച്ചകളും അതുപോലെ തന്നെ കോലാഹലങ്ങളും ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഇസ്ലാമിക ശരീഅത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പിഴവ് ഞാനിതാ തിരുത്താൻ പോകുന്നു എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ വലിയ ഹെഡിങ്. അദ്ദേഹം അതിൽ പറയുന്നത് കിതാബുൽ ഉമ്മ ലം യുഅല്ലിഫു ഷാഫി. ഉമ്മ എന്ന ഗ്രന്ഥം ഷാഫി ഇമാം ഉണ്ടാക്കിയതല്ല, ബൽ അല്ലഫഹുൽ ബുവൈത്തി വനസബഹു റബീഉ ബിൻ സുലൈമാൻ അൽ മുറാദി എന്നാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന് കൊടുത്ത പേര്. ഉമ്മ ഷാഫി ഇമാം ഉണ്ടാക്കിയതല്ല, മാത്രല്ല അത് ഷാഫി ഇമാമിന്റെ ശിഷ്യനായ ബുവൈത്തിയുടേതാണ്. ബുവൈത്തി ഇമാം ഉണ്ടാക്കിയിട്ട് അത് റബീഉ ബിൻ സുലൈമാൻ അത് അദ്ദേഹത്തിന്റെ സ്വന്തം പേരിലേക്ക് ചേർത്തിയതാണ് എന്നാണ് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ഏറ്റവും വലിയൊരു ആക്ഷേപം. അപ്പൊ ഷാഫി മദ്ഹബിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബുൽ ഉമ്മിനെ കുറിച്ചുള്ള ആക്ഷേപമാണ്. അദ്ദേഹം അതിൽ പറയുന്നത്, ഏറ്റവും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ബഹുമാനപ്പെട്ട അബൂ ത്വാലിബുൽ മക്കി അദ്ദേഹത്തിന്റെ ഖുത്തുൽ ഖുലൂബിലാണ്. ഖുത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ അത് തസവൂഫിന്റെ വലിയൊരു ഗ്രന്ഥമാണ്. ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇഹ്യയിൽ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം കോട്ട് ചെയ്യുന്നത് ഈ ഖുത്തുൽ ഖുലൂബിൽ നിന്നാണ്. അപ്പൊ ഖുത്തുൽ ഖുലൂബിൽ ബഹുമാനപ്പെട്ട അബൂ ത്വാലിബുൽ മക്കി ചെയ്തത് എന്താ? അതിൽ അദ്ദേഹം സുഹദിനെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമുണ്ട് ഖുത്തുൽ ഖുലൂബിൽ. ഈ സുഹദിനെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഷാഫി ഇമാമിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സാഹിദായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ബുവൈത്തി റഹ്മത്തുള്ളാഹി അലൈഹി. ബുവൈത്തി ഇമാം വലിയ സാഹിദായതുകൊണ്ട് തന്നെ അദ്ദേഹം ക്രോഡീകരിച്ച കിതാബാണ് കിതാബുൽ ഉമ്മ്. പക്ഷേ അദ്ദേഹം അത് ഞാനാണ് ക്രോഡീകരിച്ചത് എന്ന് എവിടെയും പറഞ്ഞില്ല. മാത്രമല്ല അദ്ദേഹം ഇത് മുഴുവനും ക്രോഡീകരിച്ച് എഴുതി തയ്യാറാക്കിയതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ സഹപാഠിയായ റബീഉ ബിൻ സുലൈമാൻ അൽ മുറാദിക്ക് ഈ കിതാബ് കൊടുത്തു. റബീഉ ബിൻ സുലൈമാൻ അൽ മുറാദി തന്റെ പേര് ചേർത്തിട്ട് ഈ കിതാബ് പ്രസിദ്ധം ചെയ്തു. അതാണ് കിതാബുൽ ഉമ്മ് എന്നാണ് ഖുത്തുൽ ഖുലൂബിൽ ബഹുമാനപ്പെട്ട അബൂ ത്വാലിബുൽ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത്. ഷാഫി ഇമാമിൻ ബഹുമാനപ്പെട്ട ഇമാം ഗസാലിയുടെ ഇഹ്യ നോക്കിയാൽ അവിടെയും നമുക്കിത് കാണാൻ സാധിക്കും. ഇഹ്യയിലും ഈ പരാമർശമുണ്ട്. പക്ഷെ അങ്ങനെ ഖുത്തുൽ ഖുലൂബിലും ഗസാലി ഇമാം തന്റെ ഇഹ്യയിലും ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ലോകത്തുള്ള മഹാന്മാരായ മുഴുവൻ പണ്ഡിതന്മാരും ഇത്തിഫാഖായിട്ട് പറയുന്ന കാര്യം കിതാബുൽ ഉമ്മ് അത് ഷാഫി ഇമാമിന്റേതാണ് എന്നാണ്. പക്ഷെ പിൽക്കാലത്ത് ഖുത്തുൽ ഖുലൂബിലെ ഈ ഉദ്ധരണി എടുത്തുദ്ധരിച്ചിട്ടാണ് അഹമ്മദ് സക്കി എന്ന് പറയുന്ന ആധുനിക പണ്ഡിതൻ പറയുന്നത്, ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം ഞാൻ തിരുത്താൻ പോവുകയാണ്. ഷാഫി ഇമാമല്ല ഉമ്മുണ്ടാക്കിയത്, അത് ബുവൈത്തിയാണ്, അത് പരസ്യം ചെയ്തത് റബീഉ ബിൻ സുലൈമാനാണ് എന്നാണ്. അപ്പൊ ഇത് വലിയ ഒരു ആക്ഷേപമായിട്ട് ഷാഫി ഇമാമിന്റെ കിതാബുൽ ഉമ്മിനെതിരെ വന്നതാണ്. ആ പുസ്തകം നിങ്ങൾക്കൊക്കെ നെറ്റിലും മറ്റൊക്കെ കിട്ടും, നിങ്ങൾക്കൊക്കെ വായിക്കാവുന്നതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ അതില് ഒരു ഉസ്താദിന്റെ കുറെ ശിഷ്യന്മാരുണ്ടാകുമ്പോ ശിഷ്യന്മാര് ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. ബുവൈത്തി ഇമാം ഷാഫി ഇമാം പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി കുറച്ചു കഴിഞ്ഞപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതാൻ ബഹുമാനപ്പെട്ട റബീഉ ബിൻ സുലൈമാൻ അൽ മുറാദി ഏൽപ്പിച്ചു. ഇവർ രണ്ടുപേരും കൂടി തയ്യാറാക്കിയ ആ ഗ്രന്ഥം ഷാഫി ഇമാമിന്റെ ഉദ്ധരണികളും അദ്ദേഹത്തിന്റെ ക്ലാസുമായതുകൊണ്ട് കിതാബുൽ ഉമ്മ് ലിൽ ഇമാം ശാഫിഈ എന്ന പേരിൽ പ്രസിദ്ധമായി എന്നതാണ് ശരി. ഇനി ഷാഫി ഇമാമിന്റെ ശിഷ്യനായ ഇമാം ബുവൈത്തി, അദ്ദേഹത്തിന് ഒരു മുഖ്തസർ ഉണ്ട്. ഞാൻ സൂചിപ്പിച്ചു മുഖ്തസറുൽ മുസനി വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് മുഖ്തസറുൽ ബുവൈത്തിയും. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഷാഫി ഇമാം മദ്റസത്തു അഹ്ലുൽ ഹദീസിലും മദ്റസത്തു അഹ്ലുർ റഅയിലും രണ്ടിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കിയ ആളാണ്. രണ്ട് മദ്ഹബുമായിട്ടും അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അപ്പൊ ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഷാഫി മദ്ഹബിനെ കുറിച്ച് പഠനം നടത്തിയ ചില ആധുനിക പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മുഖ്തസറുൽ മുസനിയിൽ ഷാഫി ഇമാമിന്റെ അഹ്ലുർ റഅയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വാധീനമാണ് കൂടുതൽ കാണുക. എന്നാൽ
ബുവൈത്തി ഇമാമിന്റെ മുഖ്തസർ എങ്ങാനും ലോകത്ത് പ്രചരിക്കുകയായിരുന്നുവെങ്കിൽ ഷാഫി ഇമാമിന്റെ അഹ്ലുൽ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വാധീനം നമുക്ക് കൂടുതൽ കാണാമായിരുന്നു. പക്ഷേ മുഖ്തസറുൽ ബുവൈത്തി ലോകത്ത് മുഖ്തസറുൽ മുസനിയെ പോലെ പ്രചരിക്കാത്തത് കൊണ്ട് അഹ്ലുർ റഈന്റെ ഒരു വക്താവായിട്ടാണ് നമുക്ക് ഷാഫി ഇമാമിനെ കാണാൻ സാധിക്കുക എന്ന് ചില ആധുനിക കാല പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഷാഫി ഇമാമിന്റെ കിതാബുൽ ഉമ്മും അതുപോലെ തന്നെ മുഖ്തസറുൽ മുസനിയുമാണ് ഇന്ന് ലോകത്ത് പ്രചാരത്തിലുള്ള രണ്ട് ഗ്രന്ഥങ്ങൾ. ഈ മുഖ്തസറുൽ മുസനി എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബില് വലിയ സ്വാധീനമുള്ള ഒരു ഗ്രന്ഥമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ പഴയ കാലത്ത് ഈ ഇമാം മുസനി റഹ്മത്തുള്ളാഹി അലൈഹി മുഖ്തസർ രചിക്കാൻ ഒരു കാരണമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഷാഫി ഇമാമിന്റെ കിതാബുൽ ഉമ്മ് അത് ഒരുപാട് മസാലകൾ നിറഞ്ഞ വലിയ ബൃഹത്തായ ഒരു ഗ്രന്ഥമായതുകൊണ്ട് ജനങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യൽ ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അൽ ജാമിഉൽ കബീർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിച്ചു. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ജാമിഉൽ കബീറും വലിയ ഒരു ഗ്രന്ഥമാണ്, ഇതും ജനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പ്രയാസാണ്. അങ്ങനെയാണ് ഞാൻ മുഖ്തസറുൽ മുസനി എന്ന് പറയുന്ന ഈ ചെറിയ ഗ്രന്ഥം രചിച്ചത് എന്നാണ്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം മുഖ്തസറുൽ മുസനി ഉണ്ടാക്കുന്നത്. ഇനി ഷാഫി മദ്ഹബിലെ നമ്മൾ ഏത് ഗ്രന്ഥെടുത്ത് പരിശോധിച്ചാലും അതെങ്ങനെയെങ്കിലുമൊക്കെ ഈ മുഖ്തസറുൽ മുസനിയുമായിട്ട് ബന്ധപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും. മുഖ്തസറുൽ മുസനിയിലൂടെ അല്ലാതെ ഷാഫി മദ്ഹബ് ലോകത്ത് പ്രചരിച്ചില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മുഖ്തസറുൽ മുസനിക്ക് പഴയ കാലം തൊട്ട് തന്നെ വലിയ അംഗീകാരമായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാല് വിവാഹങ്ങളൊക്കെ നടക്കുമ്പോ മുഖ്തസറുൽ മുസനി വധുവിന് സമ്മാനമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇപ്പൊ ചില നാടുകളിലൊക്കെ ഉണ്ട്, മഹറിന് പുറമെ ഒരു മുസാഫ് കൂടി കൊടുക്കും. അന്നത്തെ കാലത്ത് മഹറിന് പുറമെ മുഖ്തസറുൽ മുസനിയും കൊടുക്കും. വിവാഹത്തിൽ സമ്മാനമായിട്ട് വരെ നൽകപ്പെട്ടിരുന്ന ബൃഹത്തായ ഗ്രന്ഥമാണ് മുഖ്തസറുൽ മുസനി. ഇനി നമ്മൾ ഷാഫി മദ്ഹബിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഈ മുഖ്തസറുൽ മുസനിയുടെ സ്വാധീനം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും. മുഖ്തസറുൽ മുസനി നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. ഒറ്റവാള്യുള്ള ഒരു ഗ്രന്ഥമാണ്. പലപ്പോഴും അത് കിതാബുൽ ഉമ്മിന്റെ കൂടെ തന്നെയാണ് അത് ബൈൻഡ് ചെയ്യപ്പെട്ടിട്ട് അത് ലഭ്യമായിട്ടുണ്ട്. അപ്പൊ കിതാബുൽ ഉമ്മ കാണുന്നിടത്ത് നമുക്ക് മുഖ്തസറുൽ മുസനിയും കാണാൻ പറ്റും. പിന്നെ ഈ മുഖ്തസറുൽ മുസനിക്ക് ശേഷം പിന്നീട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ ഈ മുഖ്തസറുൽ മുസനിയുമായി ബന്ധപ്പെട്ടാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഹുസൈന്റെ തഅലീഖ, അതുപോലെ തന്നെ അബു തയ്യിബ് ത്വബരിയുടെ തഅലീഖ, ഇങ്ങനെ ഒരുപാട് തഅലീഖാത്തുകളാണ് മുഖ്തസറുൽ മുസനിക്ക് കഴിഞ്ഞാൽ പിന്നെ ഷാഫി മദ്ഹബിൽ വന്ന ഗ്രന്ഥങ്ങൾ ഒക്കെ തഅലീഖാത്താണ്. ഷാഫി മദ്ഹബിന്റെ ഘട്ടങ്ങളെ നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഷാഫി മദ്ഹബിന്റെ ഒന്നാമത്തെ ഘട്ടം ഷാഫി ഇമാമ് തൊട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ അവസാനം വഫാത്തായ ബഹുമാനപ്പെട്ട റബീ ഇബ്നു സുലൈമാൻ അൽ മുറാദി വഫാത്തായ 270 വരെയാണ് ഷാഫി മദ്ഹബിന്റെ ഒന്നാമത്തെ ഘട്ടം. 195 മുതൽ 270 വരെ എന്ന ചില പണ്ഡിതന്മാർ പറയാം. 195 എന്ന് പറഞ്ഞാല് ഷാഫി ഇമാമ് രണ്ടാമതായിട്ട് ഇറാഖിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ റിസാലയും കിതാബുൽ ഹുജ്ജയും ക്രോഡീകരിച്ച് 4 കൊല്ലം അദ്ദേഹം ഇറാഖിൽ താമസിച്ചിട്ടുണ്ട്. 195 മുതൽ 199 വരെ ഇതാണ് മദ്ഹബ് ഖദീമിന്റെ കാലം. പിന്നെ 199 മുതൽ വഫാത്താകുന്ന 204 വരെ അദ്ദേഹം ഉണ്ടായത് മിസ്റിലാണ്. ഇതാണ് മദ്ഹബ് ജദീദിന്റെ കാലം. ഇങ്ങനെ 195 മുതൽ റബീ ഇബ്നു സുലൈമാൻ അൽ മുറാദി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്ന 270 വരെയുള്ള കാലാണ് ഷാഫി മദ്ഹബിന്റെ ഒന്നാമത്തെ കാലം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഷാഫി ഇമാമും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും മദ്ഹബ് പ്രചാരണവും അതുപോലെ തന്നെ മദ്ഹബിന്റെ അധ്യാപനവും ഒക്കെയായിട്ട് സജീവമായി നിലനിന്ന കാലമാണ് ഈ കാലം. ഇനി ഷാഫി മദ്ഹബിന്റെ രണ്ടാമത്തെ കാലം ഈ 270 മുതൽ ഹിജ്റ 404 വരെയുള്ള കാലമാണ്. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്താണ് ഒരാളെ കുറിച്ച് ഇയാൾ ഷാഫി മദ്ഹബുകാരൻ എന്ന് പ്രത്യേകം മദ്ഹബിലേക്ക് ചേർത്ത് പറയാൻ തുടങ്ങിയത് ഈ 404 എന്നാണ്. കിതാബുൽ മുദഹബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ ഷാഫി ഇമാമിന്റെ മദ്ഹബുകാരായിട്ടുള്ള പണ്ഡിതന്മാരുടെ മനാഖിബ് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ ഈ കാലത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. 404 ആ കിതാബ് രചിക്കപ്പെടുന്നത്.
270 മുതൽ 404 വരെയുള്ള കാലം. ഈ കാലയളവിൽ കാര്യമായി നടന്ന രചനകൾ ഷാഫി ഇമാമിന്റെ ശിഷ്യൻ ഇമാം മുസനിയുടെ മുഖ്തസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള രചനകളാണ്. നമ്മൾ ഖാദി ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പല ഉദ്ധരണികളും പല കിതാബുകളിലും കാണും. ഖാലൽ ഖാദി ഹുസൈൻ പറഞ്ഞിട്ടുണ്ട്. ഫിഖിന്റെ കിതാബുകളിൽ കാണാൻ പറ്റും, ഉസൂലിന്റെ കിതാബുകളിൽ കാണാൻ പറ്റും, പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. അതൊക്കെ അദ്ദേഹത്തിന്റെ അത്തഅലീഖ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് വരുന്നതാണ്. തഅലീഖ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തഅലീഖാത്ത് എഴുതുമല്ലോ. ഷാഫി മദ്ഹബിൽ ആദ്യം വന്ന ഗ്രന്ഥങ്ങൾ അൽ ഉസൂൽ എന്ന പേരിൽ അറിയപ്പെടും. എന്ന് പറഞ്ഞാൽ മദ്ഹബിൽ സ്വന്തമായി രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ. പിന്നീട് വന്ന ഗ്രന്ഥങ്ങൾ തഅലീഖാത്തുകളാണ്. ഷാഫി ഇമാമിന്റെ മുഖ്തസറുൽ മുസനി അടിസ്ഥാനമായിട്ടാണ് അവിടേക്ക് ദർസുകൾ നടന്നത് എന്നാണ്. ആ ദർസുകൾക്ക് വേണ്ടി മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ തയ്യാറാക്കിയ തഅലീഖാത്തുകളാണ് ഖാദി ഹുസൈന്റേതും അതുപോലെ തന്നെ അബു തയ്യിബ് തബീരുടേതും അതുപോലെ തന്നെ അബൂ ഹാമിദുൽ മർവർ റൂസി തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അവരുടെ ഒക്കെ കിതാബിന്റെ പേര് അത്തഅലീഖ എന്ന് മാത്രം. ഇങ്ങനെ ഒരുപാട് തഅലീഖാത്തുകൾ വന്നു. മുഖ്തസറുൽ മുസനിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇമാം മുസനി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ നീണ്ടകാലം ഈ കിതാബ് വെച്ചിട്ടാണ് ഷാഫി മദ്ഹബ് ക്ലാസ് എടുത്തത് എന്നാണ്. അപ്പൊ അങ്ങനെ തഅലീഖാത്തുകളുടെ കാലാണ് ആ കാലം. പിന്നെ തഅലീഖാത്തുകൾക്ക് ശേഷം അന്നത്തെ മറ്റൊരു പ്രത്യേകത, അന്നത്തെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഷാഫി ഇമാമിന്റെ മദ്ഹും അതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മൾ ഷാഫി ആകണം എന്ന വിഷയവും അന്നത്തെ കാലത്തുള്ള പണ്ഡിതന്മാര് കിതാബിന്റെ തുടക്കത്തിൽ കൊടുക്കുമായിരുന്നു. ഇമാം ഖാദി ഹുസൈന്റെ തഅലീഖയുടെ ആദ്യത്തെ ഒരു 125ഓളം പേജ് ഷാഫി മദ്ഹബിനെ കുറിച്ചാണ്. ഷാഫി ഇമാമിന്റെ മഹത്വവും പ്രത്യേകതയും എന്തുകൊണ്ട് നമ്മൾ ഷാഫി മദ്ഹബ് സ്വീകരിക്കണം എന്ന വിഷയവുമൊക്കെ അദ്ദേഹം അതിൽ സമർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അന്നത്തെ കാലത്ത് തന്നെ എഴുതപ്പെട്ട മറ്റു ഗ്രന്ഥങ്ങളാണ് ബഹുമാനപ്പെട്ട ഇമാം റുഇയാനിയുടെ ബഹറുൽ മദ്ഹബ് എന്ന് പറയുന്ന ഗ്രന്ഥം. ബഹറുൽ മദ്ഹബിൽ ഇമാം റുഇയാനി, ആ കിതാബിലും നമുക്ക് ഷാഫി മദ്ഹബിന്റെ പ്രത്യേകത കാണാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യകാലത്തുള്ള ഷാഫി പണ്ഡിതന്മാരൊക്കെ അവരുടെ ഗ്രന്ഥത്തിൽ ഷാഫി മദ്ഹബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവർ ഫിഖ്ഹി മസ്അലകളിലേക്ക് കടന്നിരുന്നത്. പിന്നെ അടുത്തൊരു കാലം 404 മുതൽ 505 വരെയുള്ള കാലം ഷാഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാലമാണ്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈൻ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള പണ്ഡിതന്മാര് ഷാഫി മദ്ഹബിന് നേതൃത്വം കൊടുത്ത കാലമാണ് ഈ കാലം. അപ്പോ ഇമാമുൽ ഹറമൈനി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മാവറദി, ഇമാം ഗസ്സാലി അതുപോലെ തന്നെ അബൂ ഇസ്ഹാഖ് ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെയാണ് പിന്നീടുള്ള ഒരു കാലത്ത് ഷാഫി മദ്ഹബിന്റെ പ്രമുഖരായിട്ടുള്ള നായകന്മാരും അതുപോലെ തന്നെ പണ്ഡിതന്മാരുമായിട്ട് അറിയപ്പെട്ടത്. ഇവർ ചെയ്തതും ഈ മുഖ്തസറുൽ മുസനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളായിരുന്നു ഇമാമുൽ ഹറമൈനിയുടേതും അതുപോലെ തന്നെ ഇമാം മാവറദിയുടേതും ഒക്കെ. മുഖ്തസറുൽ മുസനിയുടെ ശറഹായിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനിയുടെ നിഹായത്തുൽ മത്ലബ് എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ഗ്രന്ഥം വരുന്നത്. ഒരുപക്ഷെ തഅലീഖാത്ത് എന്ന രൂപത്തിൽ നിന്ന് മാറി ശറഹ് എന്ന രൂപത്തിൽ ഷാഫി മദ്ഹബിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമായിട്ട് നമുക്ക് ഈ നിഹായത്തുൽ മത്ലബിനെ കാണാൻ സാധിക്കും. നിഹായത്തുൽ മത്ലബ്, ഈ നിഹായത്തുൽ മത്ലബൊക്കെ നീണ്ടകാലം അത് കേവലം കയ്യെഴുത്തു കൃതിയായി മാത്രം നിലനിൽക്കുകയും ഈ അടുത്ത കാലത്ത് മാത്രം അത് പ്രിന്റ് ചെയ്യപ്പെട്ട് നമുക്കൊക്കെ ലഭ്യമാകുന്ന രൂപത്തിൽ ഇന്ന് മാർക്കറ്റിലും മറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. നിഹായത്തുൽ മത്ലബ് ഫീ ദിറായത്തിൽ മദ്ഹബ്. പിന്നെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മാവറദിയുടെ അൽ ഹാവിൽ കബീർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥവും ഈ മുഖ്തസറുൽ മുസനിയുമായി ബന്ധപ്പെട്ട് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുടെ ഷറഹിന്റെ ഭാഗമായിട്ട് കടന്നു വന്നിട്ടുള്ള ഗ്രന്ഥമാണ് അൽ ഹാവിൽ കബീർ ലിൽ ഇമാം അൽ മാവറദി. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബഗവിയുടെ കിതാബു തഹ്ദീബ്, ഇതൊക്കെ നിങ്ങൾ പലപ്പോഴും കേൾക്കുന്ന കിതാബുകളാണ്. നിങ്ങൾ മഹല്ലിയും അതുപോലെ തന്നെ ഫത്തുൽ മീനൊക്കെ ഓതുമ്പോ
സ്വാഹിബു തഹ്ദീബ് എന്ന് ചിലപ്പം കാണും. സ്വാഹിബു തഹ്ദീബ് ഇമാം ബഗവിയുടെ കിതാബാണ്. അതുപോലെ തന്നെ അൽ ഹാവിൽ കബീർ എന്ന ഇമാം മാവർദിയുടെ ഈ മുഖ്തസർ മുസനിക്ക് അദ്ദേഹം രചിച്ച ഷറഹാണ് അൽ ഹാവിൽ കബീർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം. അതുപോലെ തന്നെ ഖാദി ഹുസൈന്റെ തഅലീഖ, അബൂ തയ്യിബ് തബരിയുടെ ഇങ്ങനെ തഅലീഖാത്തുകളും അതുപോലെ തന്നെ ഷറഹുകളുമാണ് ഈ മുഖ്തസർ മുസനിയുമായി ബന്ധപ്പെട്ട് പിന്നീട് ഷാഫി മദ്ഹബിൽ വരുന്നത്. പിന്നെ അതിന് ശേഷം ഒരു മുഖ്തസറുകൾ എന്ന രൂപത്തിലാണ് പിന്നീട് നമ്മൾ ഗ്രന്ഥങ്ങൾ കാണുന്നത്. അതൊന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങളാണ്. ഗസാലി ഇമാമിന്റെ വളരെ പ്രധാനപ്പെട്ട 3 ഗ്രന്ഥങ്ങൾ അൽ ബസീത്ത് വൽ വസീത്ത് വൽ വജീസ്, ഈ 3 ഗ്രന്ഥങ്ങൾ. ഈ ബസീത്ത്, വസീത്ത് അതുപോലെ തന്നെ വജീസ്, ഈ 3 ഗ്രന്ഥങ്ങളും ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനിയുടെ നിഹായത്തുൽ മത്ലബ് അതുമായി ബന്ധപ്പെട്ട് വന്ന ഗ്രന്ഥങ്ങളാണ്. ആദ്യം ബസീത്ത് രചിച്ചു, പിന്നീട് വസീത്ത്. ബസീത്ത് എന്ന് പറഞ്ഞാൽ നല്ല വിശാലമായിട്ട് എഴുതിയ ഗ്രന്ഥമാണ്, അതുകൊണ്ടാണ് കിതാബുൽ ബസീത്ത്. പിന്നെ അത് ചുരുക്കി അതൊരു മുത്തവസ്സിത്തായ രൂപത്തിലേക്ക് വന്നു, കിതാബുൽ വസീത്ത്. പിന്നെയും ചുരുക്കിയിട്ട് കിതാബുൽ വജീസ്. പിന്നെ അതുപോലെ തന്നെ അബൂ ഇസ്ഹാഖ് ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട 2 തഅലീഖാത്തുകൾ ചുരുക്കിയതാണ്. ഒന്ന് അദ്ദേഹത്തിന്റെ കിതാബുൽ മുഹദ്ദബും മറ്റൊന്ന് കിതാബു തംബീഹും. ഇമാം തൊബരിയുടെ തഅലീഖാത്ത് ചുരുക്കി, അതുപോലെ തന്നെ അബൂ ഹാമിദുൽ മർവസിയുടെ തഅലീഖ ചുരുക്കി. ഒന്നിന്റെ പേര് അൽ മുഹദ്ദബ് ഫി മദ്ഹബിൽ ഇമാം ശാഫിഈ, രണ്ടാമത്തേതിന്റെ പേര് അത്ത് തംബീഹ് ഫി മദ്ഹബിൽ ഇമാം ശാഫിഈ. ഈ പറഞ്ഞ കിതാബുകൾ അപ്പോ ബസീത്ത്, വസീത്ത്, വജീസ്, ഷിറാസി ഇമാമിന്റെ മുഹദ്ദബും അതുപോലെ തന്നെ തംബീഹ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ഗ്രന്ഥമായിട്ട് അന്നത്തെ കാലത്ത് പ്രചാരത്തിലുണ്ടായ ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇമാം മുസനിയുടെ മുഖ്തസർ. ബഹുമാനപ്പെട്ട ഇമാമുന നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറയുന്നുണ്ട്. ഈ കാലയളവിൽ ഗസാലി ഇമാമിന്റെയും അതുപോലെ തന്നെ അബൂ ഇസ്ഹാഖ് ഷിറാസിയുടെയും ഒക്കെ കാലത്ത് ഷാഫി മദ്ഹബിൽ അവലംബിക്കപ്പെട്ട 5 ഗ്രന്ഥങ്ങൾ. ഒന്ന് ബഹുമാനപ്പെട്ട ഇമാം മുസനിയുടെ മുഖ്തസർ, മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസാലിയുടെ വസീത്ത്, മറ്റൊന്ന് വജീസ്, പിന്നുള്ളത് അബൂ ഇസ്ഹാഖ് ഷിറാസിയുടെ തംബീഹും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുഹദ്ദബും. അപ്പൊ കിതാബ് ബസീത്ത്, ഗസാലി ഇമാമിന്റെ ബസീത്ത് വളരെ ബസ്തായതുകൊണ്ട്, വളരെ വിശാലമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ട് കൂടുതൽ ആളുകളൊന്നും ആ ഗ്രന്ഥം നിരന്തരമായി പഠനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയില്ല എന്നാണ്. കിതാബുൽ വസീത്തും കാര്യമായി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിതാബുൽ വസീത്തുമായി ബന്ധപ്പെട്ട് പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബു തസ്ഹീഹ്, അത്തസ്ഹീഹ് ഫി ശർഹി നവവി ഇമാമിന്റെ തഹ്കീഖ് തൻഖീഹ് ഫി ശർഹിൽ വസീത്ത്, തൻഖീഹ്. പിന്നെ അതുപോലെ തന്നെ ഈ അബൂ ഇസ്ഹാഖ് ഷിറാസിയുടെ തംബീഹിന് അദ്ദേഹം തഹ്കീഖു തംബീഹ് എന്ന പേരിലും അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോ ഈ 5 ഗ്രന്ഥങ്ങൾ മുസനിയും അതുപോലെ തന്നെ വസീത്തും വജീസും അതുപോലെ തന്നെ തംബീഹും അതുപോലെ തന്നെ മുഹദ്ദബും, ഈ 5 ഗ്രന്ഥങ്ങളാണ് കാര്യമായിട്ട് പിന്നീട് ആ കാലത്ത് ഷാഫി മദ്ഹബിന്റെ അവലംബങ്ങളായിട്ട് നിലനിന്നത്. പിന്നെ ആ കാലത്ത് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ ചില കിതാബുകളൊക്കെ ഓതുമ്പോൾ ചില സൂചനകൾ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ തുഹ്ഫയിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി അദ്ദേഹം ഷാഫി മദ്ഹബിൽ അവലംബിക്കേണ്ട മസ്അലകളെ കുറിച്ച് പറയുന്ന ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വിഷയത്തിൽ നവവി ഇമാമിന്റെയും റാഫി ഇമാമിന്റെയും മുമ്പുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒരേ അഭിപ്രായം നിങ്ങൾ കണ്ടു എന്ന് കരുതി അതാണ് ഷാഫി മദ്ഹബിലെ മുഅ്തമദ് എന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അദ്ദേഹം പറയാൻ, ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒരൊറ്റ അഭിപ്രായം കണ്ടാൽ അതാണ് മുഅ്തമദ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ ഒരുപക്ഷെ ഒരൊറ്റ ശൈഖിലേക്ക് നീങ്ങുന്നതാണ്.
ഒരു ഷെയ്ഖിന്റെ ഒരുപാട് ശിഷ്യന്മാർ, അവരൊക്കെ കിതാബ് എഴുതി, എല്ലാവരും ഷെയ്ഖിന്റെ ഒറ്റ അഭിപ്രായം എഴുതി. അപ്പൊ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒരു മസ്അല കണ്ടാൽ നബി റാഫി ഇമാമിന്റെ മുമ്പുള്ള ഗ്രന്ഥങ്ങളിൽ ഒരു ഒറ്റ മസ്അല വിവിധ ഗ്രന്ഥങ്ങളിൽ കണ്ടാൽ അതാണ് മദ്ഹബിലെ റാജിഹ് എന്ന് നമ്മൾ തീരുമാനെടുക്കരുത് എന്ന് അവിടെ അദ്ദേഹം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഇസ്ഫറായിനുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖഫ്വാലുസ് സഗീറിന്റെയും ശിഷ്യന്മാർ അവരൊരുപാടുണ്ടെങ്കിലും അവരൊക്കെ ഈ ഷെയ്ഖുമാർക്കനുസരിച്ചാണല്ലോ കിതാബ് എഴുതാറ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. വലിയ ആളുകളൊക്കെ ഒരുപക്ഷെ അത് കണ്ടിട്ടുണ്ടാവും. അവിടെ നമ്മൾ ഈ മദ്ഹബിന്റെ ചരിത്രം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ അബൂബക്കർ അൽ മഅറൂഫ് ബിൽ ഖഫ്വാൽ അസ്സഗീർ എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അബൂ ഹാമിദുൽ ഇസ്ഫറായിന്റെ ശിഷ്യന്മാരൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ചാണ് എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ എന്നുള്ളത് നമുക്ക് പ്രത്യേകം മനസ്സിലാവൂല. അപ്പൊ ഈ കാലയളവിൽ ഗസാലി ഇമാമൊക്കെ വരുന്നതിന്റെ തൊട്ട് മുമ്പ് ഷാഫി മദ്ഹബുകാര് പ്രധാനമായും 2 വഴികളിലൂടെയാണ് കടന്നുപോയത് എന്ന ആ ഒരു പഠനം നമുക്ക് രൂപീകരിക്കും. മഹാന്മാര് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, ഗസാലി ഇമാമും അതുപോലെ തന്നെ ഇമാമുൽ ഹറമൈനി ഒക്കെ വരുന്നതിന്റെ മുമ്പ് ഷാഫി പണ്ഡിതന്മാർ ഇറാഖികളും അതുപോലെ തന്നെ ഖുറാസാനികളും എന്ന പേരിൽ 2 മദ്രസകളിലായിട്ടാണ് അവര് ഈ ഷാഫി മദ്ഹബിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. ഇറാഖികൾ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഇസ്ഫറായിനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരാണ് ഇറാഖികൾ. അവരേത് വിഷയമെടുത്താലും അബൂ ഹാമിദുൽ ഇസ്ഫറായിനിയുടെ അഭിപ്രായമാണ് അവരവരെ ഗ്രന്ഥങ്ങളിൽ എഴുതുക. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ശിഷ്യന്മാരുണ്ട്. എല്ലാ കിതാബുകളിലും നമ്മൾ ഒരൊറ്റ അഭിപ്രായം കാണും. പക്ഷെ ആ അഭിപ്രായം മദ്ഹബിൽ ഒരുപക്ഷെ മുഴുത്തമതായിക്കൊള്ളണമെന്നില്ല. അത് വരാൻ കാരണം അവർ അബൂ ഹാമിദുൽ ഇസ്ഫറായിനിയുടെ ശിഷ്യന്മാരായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ അൽ മഅറൂഫ് ബിൽ ഖഫ്വാൽ അസ്സഗീർ അല്ലെങ്കിൽ അബൂബക്കർ അൽ മർവസി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ, അദ്ദേഹം ഖുറാസാനികളുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ചാണ് അവരുടെ കിതാബുകൾ എഴുതുക. അപ്പോ ഈ കാലത്ത് നിലനിന്ന വളരെ പ്രധാനപ്പെട്ട 2 മദ്രസകളാണ് ഇത് രണ്ടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗ്രന്ഥങ്ങളൊക്കെ ഈ പറഞ്ഞ 2 ആളുകളുടെയും ശൈലിയും അതുപോലെ തന്നെ അവരുടെ നിലപാടുകളും അനുസരിച്ചാണ് ആ കാലത്ത് എഴുതപ്പെട്ടത്. പിന്നീട് അതിന് മാറ്റം വരുത്തിയത് ബഹുമാനപ്പെട്ട അബൂ അലി സഞ്ചി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള പണ്ഡിതനാണ്. അദ്ദേഹവും പിന്നീട് ഇമാമുൽ ഹറമൈനിയും അതുപോലെ തന്നെ ഇമാം ഗസാലിയും ഇമാം മുത്തവല്ലിയും അടക്കമുള്ള ബഹുമാനപ്പെട്ട ഇമാം റുയാനിയെ പോലെയുള്ള മഹത്തുക്കളായിട്ടുള്ള പണ്ഡിതന്മാർ വന്നിട്ടാണ് ഈ 2 ത്വരീഖത്തിനെയും ജംഅ് ചെയ്തിട്ട് ഒരൊറ്റ വഴിയായിട്ട് ഷാഫി മദ്ഹബിനെ അവരാണ് പിന്നീട് ക്രോഡീകരിക്കുന്നത്. അപ്പൊ ഗസാലി ഇമാമിന്റെ ഒക്കെ മുമ്പുള്ള കിതാബുകൾ ഈ 2 വഴികളിലൂടെ നമുക്ക് കടന്നു പോകുന്നത് കാണാൻ പറ്റും. 2 മദ്ഹബിനും 2 വഴികൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഒരു വിഭാഗം കൂടുതൽ തർത്തീബും അതുപോലെ തന്നെ മനോഹരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും നിപുണരായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ വിഭാഗം ഷാഫി മദ്ഹബിന്റെ നഖലുകളെ വളരെ കൃത്യമായി ഒരു മാറ്റവും കൂടാതെ ക്രോഡീകരിച്ചു എന്നതാണ് രണ്ടാമത്തെ വിഭാഗത്തിന്റെ പ്രത്യേകത. ഏതായാലും ഗസാലി ഇമാമും അതുപോലെ തന്നെ അബൂ ഇസ്ഹാഖ് ഷിറാസിയും ഇമാമുൽ ഹറമൈനിയും ഒക്കെ നേതൃത്വം കൊടുത്ത ഒരു കാലാണ് നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നത്. ഗസാലി ഇമാമിന്റെ വഫാത്തോടു കൂടിയാണ് ഈ കാലം അവസാനിക്കുന്നത്. ഗസാലി ഇമാമിന്റെ കിതാബുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ തുടർ രചനകൾ ഉണ്ടായ കിതാബാണ് അദ്ദേഹത്തിന്റെ കിതാബുൽ വജീസ്. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു വരുന്നത് മുഖ്തസറുൽ മുസനിയിൽ നിന്നാണ്. പിന്നീട് ഒരുപാട് കിതാബുകൾ വന്നു. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനിയുടെ നിഹായത്തുൽ മത്ലബ് വന്നു. അതിൽ നിന്ന് ഒരുപാട് കിതാബുകൾ വന്നു. കാര്യമായി ഇമാം ഗസാലിയുടെ വസീത്തും വജീസും വന്നു. പിന്നീട് ഈ വസീത്തും വജീസുമാണ് കാര്യമായിട്ട് തുടർ രചനകൾക്ക് കാരണമായിട്ട് ഭവിക്കുന്നത്. മറ്റുള്ള കിതാബുൽ ബസീത്ത് കൂടുതലായിട്ട് പഠനങ്ങളോ മറ്റു രചനകളൊന്നും നടക്കാതെ ആ കിതാബ് അങ്ങനെ അങ്ങോട്ട് നിലനിൽക്കുക. വസീത്തുമായി ബന്ധപ്പെട്ടുള്ള രചനകളൊക്കെ അധികവും മുഷ്കിലുൽ വസീത്താണ്. എന്ന് പറഞ്ഞാൽ ഈ വസീത്ത് ഒരുപാട് പ്രയാസകരമായിട്ടുള്ള മസ്അലകളും ഇബാറത്തുകളും ഒക്കെ അടങ്ങുന്ന ഗ്രന്ഥമായിരുന്നു കിതാബുൽ വസീത്ത്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നമ്മൾ കാണുക ഒക്കെ മുഷ്കിലുൽ വസീത്ത്, ശറഹു മുഷ്കിലുൽ വസീത്ത്, അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി എഴുതിയ പോലെയുള്ള അതിന്റെ മാനകളും അതുപോലെ തന്നെ അതിലെ അഭിപ്രായങ്ങളും ഒക്കെ കൂടുതൽ എളുപ്പമാക്കുന്ന രൂപത്തിലുള്ള രചനകൾക്കാണ് പിന്നീടുള്ള കാലങ്ങളിൽ ഈ കിതാബുൽ വസീത്ത് അത് വേദിയാകുന്നത്. എന്നാൽ വജീസ് വളരെ മുഖ്തസറായിട്ട് രചിക്കപ്പെട്ട ഒരു കിതാബാണ്.
ഈ കിതാബുൽ വജീസിന് പുറമെ അൽ ഖുലാസ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്, കിതാബുൽ ഖുലാസ്. ഈ ഖുലാസയെ കുറിച്ച് പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. നമ്മളൊക്കെ നാട്ടിൽ നമ്മൾ സാധാരണ കേട്ട് കേൾവിയുള്ളത് അത് ഈ വജീസ് പിന്നെയും ചുരുക്കിയതാണ് എന്നാണ്. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഖുലാസത്തുൽ മുഖ്തസർ വ നഖാവത്തുൽ മുഅ്തസർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ശരിക്കും ഈ ഖുലാസ. അത് ബഹുമാനപ്പെട്ട ഇമാം മുസനിയുടെ തന്നെ മുഖ്തസറിന്റെ ചുരുക്കമാണ് എന്ന് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഖുലാസയുടെ തുടക്കം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് അവിടെ കാണാൻ പറ്റും. പിന്നെ ഈ കിതാബുൽ വജീസ്, ഈ വജീസിന് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശറഹാണ് ബഹുമാനപ്പെട്ട ഇമാം റാഫിയുടെ അശ്ശറഹുൽ കബീർ. അൽ അസീസ് ഫി ശറഹിൽ വജീസ് എന്നാണ് അതിന്റെ പേര്, അൽ അസീസ് ഫി ശറഹിൽ വജീസ്. പക്ഷെ അൽ അസീസ് എന്നത് അള്ളാഹുവിന്റെ നാമമായതുകൊണ്ട് ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട് ഫത്ഹുൽ അസീസ് എന്ന് ഉപയോഗിക്കണം എന്നാണ്. അൽ അസീസ് എന്ന് ഉപയോഗിക്കേണ്ട, ഫത്ഹുൽ അസീസ് ഫി ശറഹിൽ വജീസ്. അങ്ങനെ ശറഹുൽ കബീർ. അതുപോലെ തന്നെ റാഫി ഇമാം ശറഹുൽ കബീർ ഉണ്ടാക്കിയപ്പോൾ വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്. പക്ഷെ വലിയ ശറഹ ആയതുകൊണ്ട് ആ കാലത്ത് ജീവിച്ച ചില പണ്ഡിതന്മാർ ഇതൊന്നുകൂടി ചുരുക്കിയിട്ട് ഒരു ചെറിയ ശറഹ് സ്വഗീർ ഉണ്ടാക്കണമെന്ന് തീരുമാനമെടുത്തു എന്നാണ്. ഈ വിവരം ബഹുമാനപ്പെട്ട ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ്, എന്റെ കിതാബ് വേറെ ആരെങ്കിലുമൊക്കെ ചുരുക്കിയാൽ ചിലപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെ ചുരുക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് റാഫി ഇമാം തന്നെ അശ്ശറഹു സ്വഗീർ എന്ന പേരിലും ഈ ശറഹുൽ കബീറിനെ പിന്നീട് ചുരുക്കി. റാഫി ഇമാമിന്റെ പേരിൽ വളരെ പ്രധാനപ്പെട്ട 3 ഗ്രന്ഥങ്ങളാണ് അറിയപ്പെടുന്നത്. ഒന്ന് കിതാബുൽ മുഹറർ, മറ്റൊന്ന് അശ്ശറഹുൽ കബീർ അഥവാ വജീസിന്റെ ശറഹ്, പിന്നെ അതന്നെ ചുരുക്കിയിട്ട് അശ്ശറഹു സ്വഗീർ, അതും വജീസിന്റെ ശറഹ് തന്നെ. 3 കിതാബുകളാണ് ഇമാം റാഫിക്കുള്ളത്. ഈ ഗസാലി ഇമാമിന്റെ കാലശേഷമുള്ള കാലത്തെ ഷാഫി മദ്ഹബിൽ മർഹലത്തു തൻഖീഹ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്കൊക്കെ ഉണ്ടാവും സംശയം, ഷാഫി മദ്ഹബിൽ കിതാബുൽ ഉമ്മ നോക്കണമെന്ന് എവിടെയും കാണൂല. ഉമ്മ ആണെങ്കിൽ ഷാഫി ഇമാം ഉണ്ടാക്കിയതാ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ രചിച്ച മുഖ്തസുൽ മുസനി നോക്കണമെന്ന് നമ്മൾ എവിടെയും കാണാറില്ല. പിന്നെ നബവി ഇമാം അങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ റാഫി ഇമാം ഇങ്ങനെയാണ് പറഞ്ഞത്. അതുമല്ലെങ്കിൽ പിന്നീട് വന്ന ശാരിഹിങ്ങളോ അതല്ലെങ്കിൽ മുഹശ്ശികളൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങളാണ് ഷാഫി മദ്ഹബിൽ അഭിപ്രായമായിട്ട് നമ്മൾ പറയാറ്. ഇതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ നബവി ഇമാമും അതുപോലെ തന്നെ റാഫി ഇമാമും ഷാഫി മദ്ഹബിൽ ചെയ്ത പ്രവർത്തനം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബവി ഇമാമും റാഫി ഇമാമും വരുന്ന കാലത്ത് ഷാഫി മദ്ഹബ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരന്നു കിടക്കുകയായിരുന്നു. ഓരോ പ്രദേശത്തും ഷാഫി ഇമാമിന്റെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെയും ഒക്കെ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പുതിയ പുതിയ പല ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് തൈലീഖാത്തുകൾ, അതുപോലെ തന്നെ ഒരുപാട് ശറഹുകൾ, അതുപോലെ തന്നെ ഒരുപാട് മുഖ്തസറുകളൊക്കെ നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാം റാഫിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം നവവിയും റഹ്മത്തുള്ളാഹി അലൈഹി അവർ വരുന്നത്. 505 മുതൽ 676 വരെയുള്ള കാലമാണ് ഇങ്ങനെയുള്ള ഷാഫി മദ്ഹബിലെ ഈ പ്രധാനപ്പെട്ട ഘട്ടമായിട്ട് നമ്മൾ തിരിക്കാറുള്ളത്. ഇതിനെക്കുറിച്ച് പറയുന്നത് മർഹലത്തു തൻഖീഹ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബിൽ വന്ന എല്ലാ കിതാബുകളെയും ഒന്ന് എഡിറ്റ് ചെയ്ത് ഷാഫി മദ്ഹബിൽ ഏറ്റവും നല്ല അഭിപ്രായം ഏത്, പ്രബലമായ അഭിപ്രായം ഏത് എന്ന് ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാം റാഫി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലും ശേഷം ഇമാം നവവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലും. റാഫി ഇമാം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ഒക്കെ തുടക്കത്തിൽ അത് പറയും. ഉദാഹരണം പറഞ്ഞാല് അദ്ദേഹത്തിന്റെ മുഹററിന്റെ തുടക്കത്തിൽ പറയും നാസിൻ അലാമ അലൈഹിൽ മുഅ്ലം, അല്ലെങ്കിൽ നാസിൻ അലാമ അലൈഹി മുഅ്ലമുൽ അസ്ഹാബ്. ഷാഫി മദ്ഹബിലെ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഏതൊരു അഭിപ്രായം അനുസരിച്ചാണോ ആ അഭിപ്രായമായിരിക്കും ഞാൻ എന്റെ മുഹററിൽ ഗണ്ഡിതമായി പറയുക എന്ന് റാഫി ഇമാം അദ്ദേഹത്തിന്റെ മുഹററിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. മിൻഹാജിലൊക്കെ നിങ്ങൾ ശറഉൽ മഹല്ലിയൊക്കെ ഓതുമ്പോൾ അതിന്റെ ഒക്കെ തുടക്കത്തിൽ ഇത് പഠിച്ചിട്ടുണ്ടാകും. എന്ന് മിൻഹാജിൽ കാണാൻ പറ്റും. അപ്പൊ റാഫി ഇമാമിന്റെ മുമ്പുള്ള രചനകളും റാഫി ഇമാമിന്റെ ശേഷമുള്ള രചനയും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ്.
അതിനു മുമ്പ് എല്ലാ പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങൾ രചിക്കുകയാണ്. അവരുടെ അധ്യാപനത്തിന് വേണ്ടിയും മറ്റുമൊക്കെയായി തഅലീഖാത്തുകളും ശറഹുകളും ഒക്കെ അവർ രചിച്ചു വെച്ചു. പക്ഷെ ഇവയൊക്കെ പരസ്പരം എതിരഭിപ്രായങ്ങൾ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ പറ്റും. അങ്ങനെയായപ്പോൾ മദ്ഹബിൽ ഭൂരിപക്ഷം ഏതഭിപ്രായക്കാരാണ് എന്നത് ഗണ്ഡിതമായി തീരുമാനിക്കാനാണ് ബഹുമാനപ്പെട്ട റാഫി ഇമാം തയ്യാറായത്. ആ പണി തന്നെയാണ് പിന്നീട് ബഹുമാനപ്പെട്ട ഇമാം നവവിയും ഏറ്റെടുത്ത് നിർവഹിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ റാഫി ഇമാം നവവി ഇമാം ചെയ്ത പണി എന്താന്ന് വെച്ചാൽ അന്നത്തെ കാലം വരെ എഴുതപ്പെട്ട മുഴുവൻ ഗ്രന്ഥങ്ങളും അവര് സംഘടിപ്പിക്കുകയും അത് വെച്ച് നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അവര് രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ പ്രവർത്തനം തൻഖീഹ്, മദ്ഹബിന്റെ എഡിറ്റിംഗ്, അല്ലെങ്കിൽ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം ഏത്, അതിന്റെ ക്രോഡീകരണം ആദ്യം തുടങ്ങിയത് ബഹുമാനപ്പെട്ട ഇമാം റാഫിയാണ്. അദ്ദേഹത്തിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വരുന്നത്. നവവി ഇമാം വന്നിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ നവവി ഇമാം എഴുതിയിട്ടുണ്ട്. റാഫി ഇമാമിനെ പോലെ 3 ഗ്രന്ഥമല്ല, നമുക്കൊക്കെ പരിചയമുള്ള മിൻഹാജ്, ഈ മുഹറർ ചുരുക്കി ഉണ്ടാക്കിയതാണ് മിൻഹാജ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റൗളത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥം റാഫി ഇമാമിന്റെ തന്നെ ശറഹുൽ കബീർ ചുരുക്കിയതാണ് റൗള. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് ശിറാസിയുടെ മുഹദ്ദബിന്റെ വളരെ ഗഹനമായിട്ടുള്ള ശറഹാണ് ശറഹുൽ മുഹദ്ദബ് അല്ലെങ്കിൽ കിതാബുൽ മജ്മൂ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് ശിറാസിയുടെ തസ്ഹീഹു തംബീഹ്, തംബീഹിനെ തസ്ഹീഹ് ചെയ്യുന്ന തസ്ഹീഹു തംബീഹ് എന്ന കിതാബ്. അതുപോലെ തന്നെ തംബീഹിലെ വളരെ പ്രധാനപ്പെട്ട മസ്അലകൾ എടുത്ത് തയ്യാറാക്കിയ നുകത്തു തംബീഹ്. അതുപോലെ തന്നെ അത്തൻഖീഹ് ഫീ ശറഹിൽ വസീത്, വസീതിന്റെ ശറഹിൽ എഴുതിയ കിതാബു തൻഖീഹ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം രചിച്ച വളരെ പ്രധാനപ്പെട്ട കിതാബാണ് അദ്ദേഹത്തിന്റെ അത്തഹ്ഖീഖ്, കിതാബു തഹ്ഖീഖ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ഷാഫി ഇമാം നവവി ഇമാമിന്റെ കിതാബാണ് എന്ന് മാത്രമല്ല, നവവി ഇമാമിന്റെ അഭിപ്രായങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ കിതാബ് എന്നൊക്കെ. പക്ഷെ നമുക്ക് ഏതൊക്കെ കിതാബ് അറിയാം? നവവി ഇമാമിന്റെ മിൻഹാജ് നമുക്കറിയാം, മജ്മൂ അറിയാൻ സാധ്യതയുണ്ട്, റൗളയും അറിയാം. ഇതിനപ്പുറമുള്ള കിതാബുകൾ നമ്മൾ കാണുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, നവവി ഇമാമിന്റെ കിതാബുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായി നമ്മൾ നോക്കേണ്ടത് കിതാബു തഹ്ഖീഖാണ്. കിതാബു തഹ്ഖീഖാണ്. നമ്മൾ കിതാബു തഹ്ഖീഖ് കണ്ടിട്ടുണ്ടോ? നവവി ഇമാമിന്റെ കിതാബിൽ ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് കിതാബു തഹ്ഖീഖാണ്. ഈ കിതാബു തഹ്ഖീഖിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, 100-ലധികം കിതാബുകൾ വെച്ചുണ്ടാക്കിയ കിതാബാണ് ഈ കിതാബു തഹ്ഖീഖ്. എന്റെ മുന്നിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ ശേഖരമുണ്ടായി, അതിന്റെ എണ്ണം 100ഓളം വരും. അതിൽ നിന്നാണ് ഞാൻ കിതാബു തഹ്ഖീഖ് ക്രോഡീകരിക്കുന്നത്. ഇതെന്തിനാണ്? ഇതുണ്ടായാൽ പിന്നെ നിങ്ങൾ മറ്റൊരു കിതാബ് നോക്കണ്ട, ഈ കിതാബു തഹ്ഖീഖ് മാത്രം നോക്കിയാൽ മതി എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി അദ്ദേഹത്തിന്റെ കിതാബു തഹ്ഖീഖിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഈ കിതാബ് അതിന്റെ PDF ഒക്കെ കിട്ടാനുണ്ട്. നെറ്റിലൊക്കെ കയറിയിട്ട് കിതാബു തഹ്ഖീഖ് അടിച്ചു നോക്കിയാൽ ഇത് കിട്ടും. ഈ കിതാബിന്റെ ഒരു പ്രത്യേകത, ഇത് ഫിഖഹിന്റെ അവസാനത്തെ ബാബ് വരെ ഒന്നും ഈ കിതാബിലില്ല. സ്വലാത്തുൽ മുസാഫിർ വരെയാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഹ്ഖീഖ് രചിച്ചിട്ടുള്ളത്. സ്വലാത്തുൽ മുസാഫിർ വരെ. അപ്പൊ കിതാബു തഹ്ഖീഖാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഗ്രന്ഥം. പിന്നെ രണ്ടാമത്തെ കിതാബാണ് അദ്ദേഹത്തിന്റെ കിതാബുൽ മജ്മൂ. മജ്മൂഇന്റെ പ്രത്യേകത എന്താ? ഈ അടുത്ത ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനെ ചോദിക്കുന്നതിനിടയിൽ പറഞ്ഞു, അത് മജ്മൂഇലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മുഅ്തമദായ അഭിപ്രായത്തിന് വിരുദ്ധമായ ഒരു മസ്അല മജ്മൂഇലുണ്ട് എന്നാണ്. പക്ഷെ മജ്മൂഇൽ എവിടെയാണുള്ളത്? മജ്മൂഇന്റെ അവസാന ഭാഗത്ത്. മജ്മൂഇന്റെ അവസാനത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അത് നവവി ഇമാം എഴുതിയതല്ല. മജ്മൂ നവവി ഇമാം അത് ഹാദാ ശറഹുൽ ലിൽ മദ്ഹബി ബല്ലിൽ മദാഹിബി കുല്ലിഹാ അദ്ദേഹം പറയുന്നതിന്റെ തുടക്കത്തിൽ. ഈ മജ്മൂ എന്ന് പറഞ്ഞാൽ ഇത് ഷാഫി മദ്ഹബിന്റെ ഒരു വിശദീകരണമാണ് എന്നല്ല, എല്ലാ മദ്ഹബിന്റെ ഒരു വിശദീകരണമാണ് എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബിന്റെ ആൾക്കും
മറ്റു മദ്ഹബുകാർക്കും ഒക്കെ അവലംബിക്കാൻ പറ്റുന്ന വളരെ ഗഹനമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട ഇമാം നവവിയുടെ അൽ മജ്മൂ എന്ന് പറയുന്ന ഗ്രന്ഥം. അദ്ദേഹം അതിന്റെ തുടക്കത്തിൽ വളരെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ ഷാഫി മദ്ഹബുകാരായ നമ്മളൊക്കെ, പ്രത്യേകിച്ച് പണ്ഡിത വിദ്യാർത്ഥികളായ നമ്മളൊക്കെ നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മുഖദ്ദിമ, 100-100ഓളം പേജിലുള്ള ഒരു മുഖദ്ദിമ മജ്മൂഇന്റെ തുടക്കത്തിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണ് മജ്മൂ രചിച്ചത്, എന്താ ഇതുകൊണ്ടുള്ള ലക്ഷ്യം, രചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിന്റെ തുടക്കത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. പ്രത്യേകിച്ച് മജ്മൂ അദ്ദേഹം രചിക്കാൻ തുടങ്ങിയപ്പോൾ അത് വല്ലാതെ വികസിച്ചു എന്നാണ്. പ്രത്യേകിച്ച് ബാബുൽ ഹൈൽ എത്തിയപ്പോഴേക്ക് മജ്മൂഇന്റെ 3 വാള്യം എത്തിയെന്ന്. പക്ഷെ എന്നിട്ടും ഈ മജ്മൂ പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടില്ല. മജ്മൂഇന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബ് മാത്രമല്ല മജ്മൂഇലുള്ളത്, 4 മദ്ഹബും അതുപോലെ തന്നെ സ്വഹാബത്തിന്റെയും മറ്റുമൊക്കെ ഉദ്ധരണികളും അടങ്ങുന്ന വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ഫിഖ്ഹുൽ മുഖാരിൻ, താരതമ്യ ഫിഖ്ഹാണ്, കർമ്മശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ മജ്മൂ. മജ്മൂ രചിക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം അദ്ദേഹം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഖുദാമ അൽ മഖ്ദിസിയുടെ ഹംബലി മദ്ഹബുകാരനായ ഇബ്നു ഖുദാമയുടെ മുഗ്നി എന്ന് പറയുന്ന ബൃഹത്തായ ഗ്രന്ഥമുണ്ട്, എല്ലാ മദ്ഹബും അടങ്ങുന്ന ഗ്രന്ഥമാണ്. ഈ മുഗ്നി കണ്ടപ്പോഴാണ് നബി ഇമാമിന് തോന്നിയത് ഇതുപോലൊരു ഗ്രന്ഥം ഷാഫി മദ്ഹബിലും വേണം. എല്ലാ മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ പറയും, ശേഷം ഷാഫി മദ്ഹബ് എന്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്നു എന്നതിന്റെ കാരണവും ദലീലുകളും പറയുന്ന മഹത്തായ ഗ്രന്ഥമാണ് കിതാബുൽ മജ്മൂ. അപ്പൊ ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് നബി ഇമാമിന്റെ കിതാബുകളിൽ നമ്മൾ അവലംബിക്കേണ്ടത്. പിന്നെയാണ് അദ്ദേഹത്തിന്റെ കിതാബു തൻഖീഹിന് 3ാമത്തെ സ്ഥാനമാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ നൽകിയിട്ടുള്ളത്. പിന്നെയാണ് അദ്ദേഹത്തിന്റെ റൗളയും അതുപോലെ തന്നെ മിൻഹാജും നമ്മൾ പരിഗണിക്കേണ്ടത്. പിന്നെ അദ്ദേഹത്തിന്റെ തസ്ഹീഹു തംബീഹ് എന്ന് പറയുന്ന ഗ്രന്ഥം, അതും ലഭ്യമാണ്, ആ കിതാബ് കിട്ടും. അതൊക്കെ സംഘടിപ്പിച്ച് നമ്മൾ നബി ഇമാമിന്റെ ഈ മഹത്തായ ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെയുള്ള ധാരണ ഉണ്ടാക്കാൻ നമ്മളൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ഷാഫി മദ്ഹബുകാരാവും. അപ്പൊ നബി ഇമാമും അതുപോലെ തന്നെ റാഫി ഇമാമും ചെയ്തത് അന്ന് വരെ നിലനിന്നിരുന്ന മൊത്തം ഗ്രന്ഥങ്ങൾ സംഘടിപ്പിച്ചിട്ട് ഷാഫി മദ്ഹബിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം ഏത്, ആ റാജിഹായ അഭിപ്രായമാണ് അവരവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ഇനി നമുക്ക് മുൻഗാമികളായിട്ടുള്ള ആളുകളുടെ കിതാബ് നോക്കണ്ട, നബി ഇമാമും റാഫി ഇമാമും ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മൾ ചെയ്യേണ്ട പണി ഇവർ രണ്ടുപേരും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവർ രണ്ടുപേരുടെയും കിതാബുകൾ അവലംബിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പിൽക്കാലത്ത് വന്ന മുഴുവൻ പണ്ഡിതന്മാരും പരമ്പരകളായി അവർ പിൽക്കാലത്തുള്ള ആളുകൾക്ക് വസിയത്ത് ചെയ്തു കൊടുത്തു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നബി ഇമാമിന്റെ കിതാബുകളും അതുപോലെ തന്നെ റാഫി ഇമാമിന്റെ കിതാബുകളും ഈ ഒരു കാലത്ത് വളരെ പ്രധാനമായും ഷാഫി മദ്ഹബിന് നേതൃത്വം കൊടുത്തത് ഇവർ രണ്ടുപേരുമാണ്. പിന്നെ അങ്ങനെ നബി ഇമാമിന്റെയും റാഫി ഇമാമിന്റെയും ശേഷം പിന്നീടുള്ള ആളുകൾ ഈ വസിയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പിന്നീട് മറ്റു കിതാബുകളെ കുറിച്ചൊന്നും കൂടുതൽ പഠിക്കുകയോ അല്ലെങ്കിൽ അതിന് വേറെ ഷറഹുകൾ എഴുതുകയോ ചെയ്യുന്നതിന് പകരം നബി ഇമാമിന്റെ റാഫി ഇമാമിന്റെ കിതാബേറ്റ് കൂടുകയാണ്. പിന്നെ ഈ പറഞ്ഞ കിതാബുകൾക്ക് ഖിദ്മത്തും സേവനവുമായിട്ട് കഴിഞ്ഞുകൂടി. ചില ആളുകൾ ശറഹ് രചിച്ചു, വേറെ ചില ആളുകൾ മുഖ്തസറാക്കി, വേറെ ചില ആളുകൾ ഇതിന് ഹാഷിയകളും മറ്റുമൊക്കെ എഴുതിയിട്ട് ഈ കിതാബുകൾ എങ്ങനെ വികസിപ്പിക്കുന്ന ആ പ്രവർത്തനത്തിൽ മുഴുകുന്നതാണ് നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നത്. നബി ഇമാമിന്റെ റാഫി ഇമാമിന്റെ കാലശേഷമുള്ള ഷാഫി മദ്ഹബിലെ ഘട്ടത്തെക്കുറിച്ച് അസ്റു ശുറൂഹ്, ശറഹുകളുടെ കാലം എന്നാണ് ഇതിനെക്കുറിച്ച് പറയാറ്. കാര്യമായി വന്നത് ശറഹുകളാണ്. അപ്പൊ ഇതില് ഷറഹുൽ കബീർ, റാഫി ഇമാമിന്റെ ഷറഹുൽ കബീർ, ഈ റാഫി ഇമാമിന്റെ ഷറഹുൽ കബീർ നബി ഇമാം എന്നെ ചുരുക്കിയിട്ടുണ്ട് റൗള എന്ന പേര്. പിന്നെ ഈ റൗളയെ ബഹുമാനപ്പെട്ട ഇബ്നുൽ മുഖ്രി റൗളു ത്വാലിബ് എന്ന പേരിൽ ചുരുക്കി, മുഖ്തസറാക്കി. പിന്നെ റൗളു ത്വാലിബിനെ ബഹുമാനപ്പെട്ട സക്കരിയ അൽ അൻസാരി അസ്നൽ മതാലിബ് ഫീ ശർഹി റൗളു ത്വാലിബ് എന്ന് പറയുന്ന ഒരു ഷറഹ് അതിൽ രചിച്ചു. ഇതാണ് ഇപ്പൊ ഇതിന്റെ. അപ്പോ റാഫി ഇമാമിന്റെ കിതാബ്, നബി ഇമാമിന്റെ കിതാബ്, ഇങ്ങനെ ആ ഒരു തർത്തീബിലാണ് പിൽക്കാലത്തുള്ള ആളുകൾ കിതാബുകൾ രചിക്കുന്നത്.
അതുപോലെ തന്നെ ഈ ശറഹുൽ കബീറിൽ നിന്ന് എടുത്തതാണ് ബഹുമാനപ്പെട്ട ഖതീബുൽ ഖസ്വീനിയുടെ അൽ ഹാവിസ് സ്വഗീർ എന്ന് പറയുന്ന കിതാബ്. അൽ ഹാവിസ് സ്വഗീർ ശറഹുൽ കബീറിൽ നിന്നാണ് ആ കിതാബ് എടുത്തിട്ടുള്ളത്. ഈ ഹാവിസ് സ്വഗീറിനെ പിന്നീട് ചുരുക്കിയതാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ മുഖരിയുടെ അൽ ഇർഷാദ് എന്ന് പറയുന്ന കിതാബ്. അൽ ഇർഷാദ്, ഇബ്നുൽ മുഖരിയുടെ അൽ ഇർഷാദ്. ഈ കിതാബുൽ ഇർഷാദ്, ഇർഷാദുൽ ഗാവി എന്നാണ് അതിന്റെ പേര്, ഇർഷാദുൽ ഗാവി. ഈ ഇർഷാദുൽ ഗാവിയെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി 2 ശറഹുകളിലായിട്ട് അദ്ദേഹം അതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതാണ് ശറഹുൽ ഇർഷാദ്, ഫത്ഹുൽ ജവാദും അതുപോലെ തന്നെ കിതാബുൽ ഇംദാദും. ഫത്ഹുൽ ജവാദും അതുപോലെ തന്നെ അൽ ഇംദാദ്. ഈ ഇംദാദ് എന്ന് പറയുന്ന കിതാബ് ലഭ്യമല്ല, ഫത്ഹുൽ ജവാദ് കിട്ടും. കിതാബുൽ ഇംദാദിന്റെ കോപ്പികൾ നമ്മുടെ താനൂരിലുള്ള ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജിൽ അതിന്റെ കയ്യെഴുത്ത് പ്രതി ലഭ്യമാണ്. അപൂർവമായി മാത്രമേ ഈ കിതാബ് നിലനിൽക്കുന്നുള്ളൂ. ഈജിപ്തിലെ ഇതുപോലെയുള്ള ഏതോ ഒരു മഖ്തൂത്തകൾ സൂക്ഷിക്കുന്ന ഒരു ലൈബ്രറിയിലും ഈ കിതാബുൽ ഇംദാദ് ഉണ്ട്. വേറെ എവിടെയും ഇത് സൂക്ഷിച്ചിരിപ്പില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇർഷാദിന്റെ 2 ശർഹുകൾ, 2ഉം ഇബ്നു ഹജർ ഹൈതമിയുടെ. അതുപോലെ തന്നെ അൽ ഹാവിസ് സ്വഗീറിനെ കവിതാ രൂപത്തിലാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉമറുൽ വർദി. തുഹ്ഫത്തുൽ വർദിയയുടെ മുസന്നിഫ് ഉമറുൽ വർദി. ഖാലൽ ഫഖീറു ഉമർ ഇബ്നുൽ വർദി ലില്ലാഹി ശുക്രി അബദൻ വ ഹംദി എന്ന് നമ്മളൊക്കെ പഠിച്ച തുഹ്ഫത്തുൽ വർദിയയുടെ മുസന്നിഫ് ഉമറുൽ വർദി ഇതിനെ അൽ ബഹ്ജത്തുൽ വർദിയ എന്ന പേരിൽ ഹാവിസ് സ്വഗീറിന്റെ പോയിന്റുകൾ എടുത്തിട്ട് അദ്ദേഹം ഒരു കവിതയുണ്ടാക്കി. ഈ കവിതാ പുസ്തകത്തിന്, ഈ കവിതാ ഗ്രന്ഥത്തിന് ബഹുമാനപ്പെട്ട സക്കരിയ അൽ അൻസാരി 2 ശർഹുകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് അൽ ഖുററുൽ ബഹിയ, അതാണ് ശർഹുസ് സ്വഗീർ, അൽ ഖുററുൽ ബഹിയ. രണ്ടാമത്തത് അൽ ഫവായിദുൽ മുഹമ്മദിയ എന്ന് പറയുന്നതാണ് അൽ ബഹ്ജത്തുൽ വർദിയയുടെ 2ാമത്തെ ശർഹ്. അപ്പൊ നമ്മൾ ഇവിടെ പഠനവിധേയമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇബ്നു ഹജർ തങ്ങളുടെ ഉസ്താദാണ് സക്കരിയ അൽ അൻസാരി. ഇബ്നു ഹജർ തങ്ങൾ ഈ ഹാവിയുടെ മുഖ്തസറിന് 2 ശർഹ് എഴുതിയപ്പോ സക്കരിയ അൽ അൻസാരി ഹാവിയുടെ പദ്യത്തിന് 2 ശർഹ്. അതുപോലെ തന്നെ ഇബ്നുൽ മുഖരിയുടെ ഇർഷാദിന് ഇബ്നു ഹജർ തങ്ങൾ ശിഷ്യൻ 2 ശർഹുകൾ എഴുതിയപ്പോ ഇർഷാദിന്റെ മുസന്നിഫായ ഇബ്നുൽ മുഖരിയുടെ തന്നെ റൗദുൽ താലിബിന് അസ്നൽ മത്താലിബ് എന്ന് പറയുന്ന മറ്റൊരു ശർഹ് സക്കരിയ അൽ അൻസാരി എഴുതി. ഇങ്ങനെ ഉസ്താദും ശിഷ്യനും ഒരേ പണ്ഡിതന്റെ കിതാബുകൾക്ക് ശർഹുകളും അതുപോലെ തന്നെ വ്യാഖ്യാനങ്ങളും എഴുതുന്ന വളരെ മനോഹരമായിട്ടുള്ള രചനകൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ശേഷം വന്ന കിതാബുകളൊക്കെ ഈ ലവി ഇമാമിന്റെയും റാഫി ഇമാമിന്റെയും കിതാബുകളുമായി ബന്ധപ്പെട്ട ശർഹുകളും മുഖ്തസറുകളും അതുപോലെ തന്നെയുള്ള ഗ്രന്ഥങ്ങളുമാണ്. പിന്നെ അങ്ങനെ ഒരു ഹിജറ 1004 വരെയാണ് ഇങ്ങനെയുള്ള ഈ രചനകളൊക്കെ വരുന്നത്. ഇബ്നു ഹജർ തങ്ങളും അതുപോലെ തന്നെ റംലി ഇമാമും ഖതീബ് ഷിർബീനിയും തുടങ്ങിയ വലിയ വലിയ പ്രമുഖരായിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ നബി ഇമാമിന്റെ കിതാബുമായി ബന്ധപ്പെട്ട് ശർഹുകൾ എഴുതി. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശർഹുകൾ വന്ന ഗ്രന്ഥമാണ് നമ്മളൊക്കെ പഠിക്കുന്ന ബഹുമാനപ്പെട്ട ഇമാം നവവിയുടെ മിൻഹാജുത് ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥം. പിന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് ഈ 1004 ശേഷം പിന്നീട് വന്ന രചനകൾ അത് അസ്റുൽ ഹവാഷി എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഷാഫി മദ്ഹബിനെ കുറിച്ചും അതുപോലെ തന്നെ ഫിഖഹിനെ കുറിച്ചും ഒക്കെ മൊത്തത്തിൽ ഈ ഹാഷിയും ഷർഹൊക്കെ രചിക്കപ്പെടാൻ തുടങ്ങിയതിന്റെ ശേഷം പിന്നെ ഇതൊക്കെ ഒരു ജുമൂദിന്റെ കാലാണ് അല്ലെങ്കിൽ ഇൻഹിതാത്തിന്റെ കാലമാണ് എന്ന് പല ആളുകളും പറയാൻ തുടങ്ങിയതാണ്. എന്ന് പറഞ്ഞാൽ ഷാഫി ഫിഖ് മൊത്തം അത് അധപ്പതിച്ചു പോയി. പുതിയ രചനകളൊന്നും ആരും കൊണ്ടുവന്നില്ല. നബി ഇമാമിന് റാഫി ഇമാമിന് ശേഷം പുതിയതായി ഒന്നും വരാത്തത് കൊണ്ട് ഷാഫി മദ്ഹബ് തകർന്നു പോയി എന്ന പ്രചരണം വളരെ ശക്തമായിട്ട് മുസ്ലിം ലോകത്തുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ മുത്തലാഖിന്റെ ചർച്ച വരുമ്പോ ആളുകൾ ചോദിക്കെന്താ, ലോകത്തെ എല്ലാ മുസ്ലിം രാജ്യത്തും 3 തലാഖ് ചൊല്ലിയാൽ ചിലപ്പോൾ തൊലാഖ് തീരെ പോകൂല, അല്ലെങ്കിൽ 1 തൊലാഖേ പോവുള്ളൂ. അപ്പൊ നമ്മൾ തന്നെ ആ ചോദ്യം നമ്മൾ പരസ്പരം അങ്ങനെ ചോദിക്കും. ശരി തന്നെയാണ്. അപ്പൊ ഈ ബിക്കോക്കെ ആയിട്ട് നടക്കുന്നത് നമ്മൾ കേരളത്തിലെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ നമ്മളും ചിന്ത. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മദ്ഹബുകളൊക്കെ ഒരുപാട് കാലം
ഒരു 10 നൂറ്റാണ്ട് കാലം മുസ്ലിം രാജ്യങ്ങളും അതുപോലെ തന്നെ മുസ്ലിം ഭരണകൂടങ്ങളും ഒക്കെ ഈ മദ്ഹബുകളെ സപ്പോർട്ട് ചെയ്യുകയും മദ്ഹബിന്റെ പണ്ഡിതന്മാരുടെ സഹകരണത്താൽ കാര്യങ്ങൾ നീക്കുകയും ചെയ്തു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മളാരും ശ്രദ്ധിക്കാറില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എവിടെയും മദ്ഹബില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ, പണ്ട് മുതലേ ഇങ്ങനെയാണ് എന്നുള്ളൊരു ധാരണയാണ്. അപ്പോ ഈ കാലങ്ങളിലൊക്കെ തന്നെയും ഈ ശറഹുകൾ വന്നാലും ഹാഷിയകൾ വന്നാലും അതിൻ്റെയൊക്കെ കൂടെ വിവിധങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഈ കാലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നവവി ഇമാമിന്റെയും റാഫി ഇമാമിന്റെയും കാലശേഷം വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ അബ്ദുറഹീമുൽ അസ്നവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നവവി ഇമാമും റാഫി ഇമാമും പറഞ്ഞു കൊടുത്ത എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്നന്വേഷിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം അസ്നവി. അസ്നവി എന്നും പറയാം, ഇസ്നവി എന്നും പറയാം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ അങ്ങനെയാണ്. ജവാഹിറുൽ ബഹ്റൈൻ ഫി തനാഖുദിൽ ഹബ്റൈൻ, അതുപോലെ തന്നെ അൽ മുഹിമ്മാത്ത് ഫി ശർഹി റാഫിഇ വർ-റൗള. ഇങ്ങനെയുള്ള ഒരുപാട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവനും അങ്ങനെയാണ്. റാഫി ഇമാമിന്റെയും നവവി ഇമാമിന്റെയും തർജീഹാത്തിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് അന്വേഷിച്ച് അവർ തർജീഹാക്കിയത് എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നിങ്ങനെയുള്ള ഒരു വിമർശനാത്മകമായിട്ടുള്ള പഠനങ്ങളും ഗ്രന്ഥങ്ങളുമാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഏതായാലും അവസാനമായി 1004 വരെയാണ് ഷറഹുകൾ വന്നത്. പിന്നീട് ഹാഷിയകളാണ്. നമ്മുടെ ഹാഷിയത്തു ഷെർവാനി ആണെങ്കിലും ഖല്യൂബി ആണെങ്കിലും അമീറയാണെങ്കിലും ഇബ്നു ഖാസിം ആണെങ്കിലും സുലൈമാനുൽ ജബലിൻ്റെതാണെങ്കിലും ഒരുപാട് ഹാഷിയകൾ വന്ന കാലമാണ് പിന്നീട് അവസാനത്തെ ഈ 4 നൂറ്റാണ്ടുകൾ. അതിനുശേഷം ഇപ്പോ ഫത്തുൽ മീൻ അടക്കമുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ പിന്നെ ഈ കാലയളവിൽ തന്നെ ഈ ഹാഷിയകൾ വരുന്നതിന് മുമ്പ് ഈ ശുറൂഹുകളുടെ കാലത്താണ് ഫത്തുൽ മീൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ പിന്നെ ഒറ്റപ്പെട്ട രചനകളും ഇതിന് സമാന്തരമായി തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്തും ഷാഫി മദ്ഹബിൽ ഗ്രന്ഥങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു പക്ഷെ അത് അറിയുന്നില്ല. ഇപ്പൊ സഫീനത്തുൻ നജാത്ത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മത്തിനുണ്ട്, മത്തിനു സഫീനത്തുൻ നജാത്ത്. ലോകാടിസ്ഥാനത്തിൽ ഷാഫി മദ്ഹബ് പഠിക്കുന്ന ആളുകൾ ഒന്നാമതായിട്ട് സെലക്ട് ചെയ്യുന്ന ഗ്രന്ഥമാണ് സഫീനത്തുൻ നജാത്ത്. അതുപോലെ തന്നെ ഫതുഹുൽ അല്ലാം ഫീ ശർഹി മുർഷിദുൽ അനാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അബ്ദുല്ലാഹിൽ ജുർദാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ ഒരു ഗ്രന്ഥം, ഷാഫി മദ്ഹബിൽ രചിക്കപ്പെട്ട ആധുനിക ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ ഇമാം ഷാത്തിരിയുടെ യാഖൂത്തുൻ നഫീസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ കിതാബുകളും രചനകളും ഒക്കെ ഷാഫി മദ്ഹബിൽ വരുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരാവുകയും ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നവരാരൊക്കെയാണ്, രചനകൾ ഏതൊക്കെയാണ്, അവരുടെ രചനകളും പഴയകാല രചനകളും എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ നിരന്തരമായിട്ടുള്ള പഠനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ മസ്അലപരമായിട്ടുള്ള പഠനങ്ങൾക്ക് ഇത് കൂടുതൽ സഹായകമാകുമെന്നാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. നമ്മൾ കുറെ ആളുകൾ നിസ്കരിക്കാത്തവരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി സുദീർഘമായി സംസാരിക്കുന്നില്ല. അപ്പൊ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ ഓതുമ്പോൾ ഫതുൽ മീൻ ആണെങ്കിലും മഹല്ലി ആണെങ്കിലും ചെറിയ കിതാബാണെങ്കിലും വലിയ കിതാബാണെങ്കിലും നമ്മൾ ഓതുമ്പോൾ ഇതിന്റെ കൂടെ ഈ കിതാബുകൾ വന്ന പശ്ചാത്തലം എന്ത്, ഷാഫി മദ്ഹബിൽ ഈ ഗ്രന്ഥത്തിന്റെ മഹത്വം എന്താണ്, ഷാഫി മദ്ഹബിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഗ്രന്ഥം എന്താണ് തുടങ്ങിയ ഇതിന്റെ സഹായകമാകുന്ന ആ വിഷയങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി മദ്ഹബിനെ മൊത്തത്തിൽ ഗഹനമായി തന്നെ പഠിക്കാനും പുതിയ പുതിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഈ കിതാബുകളുടെയൊക്കെ സഹായത്താൽ ഇതിൽ നിന്നൊക്കെ നമ്മൾ പോയിന്റുകൾ ശേഖരിച്ചുകൊണ്ട് പുതിയ വിഷയങ്ങളെ കൂടി നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ നമുക്ക് ഏത് കാലത്തും ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനങ്ങൾ നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കർമ്മശാസ്ത്ര പഠനത്തിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്കൊക്കെ സൗഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.